അത്രയും ചുരുങ്ങണോ? അതും മദ്യപാനിയാണ് ഈ മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ മനുഷ്യൻ. അങ്ങനെ കുടിക്കുന്നത് തന്നെ രസകരമായ കാര്യം. ക്ലാസ്സിന് 3 വര ഇട്ടിരിക്കുകയാണ്. ലൈവ് ചെയ്യുന്നുണ്ടോ ഇത്? ഇപ്പോൾ ലൈവാണോ? അത് അറിഞ്ഞാൽ നന്നായിട്ട്. മദ്യപാനിയായ മാർട്ടിൻ ലൂതർ പറയുന്ന കേട്ടിട്ട് അതാണ് നവീകരണം എന്ന് പറഞ്ഞിരിക്കുക നമ്മുടെ ആൾക്കാർ. കുടിക്കാൻ 3 ലൈൻ ഉണ്ടാക്കിയിരിക്കുക ഗ്ലാസ്സിൽ. 1 പിതാവിന്, 2 പുത്രന്, പരിശുദ്ധാത്മാവിന്. അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് മദ്യപിക്കുകയാണ് പുള്ളി. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഊറ്റം കൂടുന്ന ആവേശമാണ്. പക്ഷേ നമ്മളെന്നാ നമ്മുടെ കാര്യം തിരിച്ചറിയാൻ പഠിക്കുന്നത് ആദ്യം പഠിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? അത് മർത്തോമയല്ലേ എന്ന് പറഞ്ഞ് ചുരുങ്ങുകയാണ്. മർത്തോമയാണ് കേരളത്തോട് ഏറ്റവും നല്ല സുവിശേഷം പറഞ്ഞത്. എത്രയോ നല്ല ആളുകളെ നമുക്ക് തന്നു. മലയാളിക്ക് എത്ര ശ്രേഷ്ഠന്മാരായ ദൈവാസന്മാരെ തന്നൊരു സ്ഥാപനമാണ് മർത്തോമാ സഭ. ആ മർത്തോമാ സഭയാണ് നമുക്ക് ഇവിടെ മാനസാന്തര സന്ദേശം ശരിക്ക് പ്രസംഗിച്ച സാധു കൊച്ചുനുദ്ദേശിയെ പോലുള്ള ആൾക്കാരെ തന്നത്. തോട്ടാനന്തരം നമ്മളിങ്ങോട്ട് കണ്ട ആരെയാണ്? അത് കഴിഞ്ഞാലുടൻ നമ്മൾ കണ്ടത് നമ്മുടെ KV സൈമൺ സാറിനെയാണ്. ഞാൻ പല കാര്യങ്ങളിൽ സൈമൺ സാറിനെ വിയോജിക്കുന്ന ഒരാളാണ്. പക്ഷെ സ്നാനം തറപ്പിച്ച് മലയാളക്കാരോട് പറഞ്ഞ് പഠിപ്പിച്ച ആളാരാണ്? അത് KV സൈമൺ സാറാണ്. പരിശുദ്ധാത്മാഭിഷേകം മലയാളക്കരയോട് സ്ഥിരീകരിച്ചുറപ്പിച്ച് പ്രസംഗിച്ച 2 പേരാണ്. അതിലൊരാൾ ആദിനായ പാസ്റ്റർ K. എബ്രഹാമും തോട്ടനന്തരം TT സാമുവൽ സാറുമാണ് ഒരു കണ്ണന കൃതി എഴുതി തെളിയിച്ചത്. അതുകൂടെ ഒന്ന് പറയാനായിട്ടുണ്ട്. ഏതായാലും ലൈവുള്ളതല്ലേ. ഈ K. എബ്രഹാം സാറും KV സൈമൺ സാറും തമ്മിൽ ഡിബേറ്റ് നടന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഇത് പറയുന്ന കാലത്ത്, ഈ ഡിബേറ്റ് നടക്കുന്ന കാലത്ത് ബ്രദറൻ സഭ എന്താണെന്ന് മനസ്സിലാക്കണം. ബ്രദറൻ സഭ ഒരു മഹാപ്രസ്ഥാനമാണ് കേരളത്തിൽ. കുന്നംകുളമൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ശക്തിയാണ് അവർ. തൃശ്ശൂരൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ശക്തിയാണ്. കോട്ടയത്തൊക്കെ വലിയ ശക്തിയാണെന്ന് മാത്രമല്ല മാസ് മൂവ്മെൻ്റായിട്ട് വളരുന്നതാണ്. പെന്തക്കോസ്ത് സഭ ശക്തിപ്പെട്ടപ്പോൾ തകർന്ന ആദ്യത്തെ പ്രസ്ഥാനം ബ്രദറനാണ്. രണ്ടാമത് ആളുകൾ ഏറ്റവും അധികം പെന്തക്കോസ്തിലേക്ക് വന്നത് മർത്തോമാ സഭയിൽ നിന്നാണ്. മർത്തോമാ മനസ്സിലായല്ലോ. ഏറ്റവും അധികം ആളുകളെ നഷ്ടപ്പെട്ടത് മർത്തോമാ സഭയ്ക്ക്. അതിനുശേഷം ഇവാഞ്ചലിക്കൽ സഭയ്ക്ക്. ഇന്ന് ഇവാഞ്ചലിക്കലൊന്നും ഒരു ശക്തിയല്ല. വൻതോതിൽ ഈഴവ സമൂഹം പെന്തക്കോസ്ത് സഭയിലേക്ക് വന്നു. കാനനയ സമൂഹം വൻതോതിൽ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചു വന്നു. ഈ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു വലിയ സമൂഹത്തെ ആർജിച്ചെടുത്തുകൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ പെന്തക്കോസ്ത്. നമ്മൾ കേരള ക്രൈസ്തവരുടെ പാരമ്പര്യമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ പറയും. കാരണം അത് യെരുശലേം പോലെ, അല്ലെങ്കിൽ അങ്ങ് നമ്മുടെ എന്താ പറയുന്നത്, അങ്ങ് അന്ത്യോക്യയിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായതുപോലെ തൊട്ടടുത്ത കാലത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി. വിശേഷിച്ച് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി. അതിനൊക്കെ ചരിത്ര തെളിവുകളുണ്ട്. സെൻറ്റ് തോമസ് കാന വന്ന ചരിത്രമൊക്കെ കിടപ്പുണ്ട്. അതിനുമുമ്പ് സെയിൻറ്റ് തോമസിനും മുമ്പ് ജ്യൂസ് വന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത്രയൊക്കെ സമ്പന്നമായ ചരിത്രമുള്ള നമ്മുടെ നാടിനെക്കുറിച്ച് രേഖാമൂലം എഴുതിയൊരു ചരിത്രം AD 196 AD 196 ഈജിപ്തുകാരനൊരു സഞ്ചാരി ഇന്ത്യയിൽ വന്നു സുവിശേഷം അറിയിക്കാൻ. ഈജിപ്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പാൻറ്റീനസ് എന്നായിരുന്നു. പാൻറ്റീനസ് ഇന്ത്യയിൽ വന്നിട്ട് കോപ്റ്റിക് ഭാഷയിൽ ടീച്ച് ചെയ്യാനായിട്ട് ബൈബിളും കൊണ്ടാണ് വന്നത് അദ്ദേഹത്തിൻ്റെ. ഇത് നമ്മളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ആളെ കൂട്ടി, ആത്മീയമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ ഭാഷയിലേക്ക് ഈ പാൻറ്റീനസിനൊരു ട്രാൻസ്ലേറ്ററെ വേണമായിരുന്നു. അദ്ദേഹം ഇത് ഒരു വിധത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. വന്നവരുടെ കൂടെ ഒരു അപ്പച്ചൻ കൊണ്ടുവന്നേക്കുന്നത് ഒരു ബൈബിള്. അത് എബ്രായ ഭാഷയിലെ ബൈബിള്. അത് തുറന്നിട്ട് നല്ല അന്തസ്സായിട്ട് എബ്രായ ഭാഷയിൽ എഴുതിയ മത്തായിയുടെ സുവിശേഷം പുള്ളി വായിക്കുന്നു. പുള്ളി നടുങ്ങിപ്പോയി. കാരണം ഇതുപോലത്തെ സമ്പന്നരായ ആളുകൾ, അറിവുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ചർച്ചയാണ്. ആ ചർച്ചിൽ പ്രശ്നമുണ്ടായത്, അകത്തേക്ക് ഭാരതീയത കടന്നു വന്നു. ഭാരതീയ സങ്കല്പങ്ങൾ, അതിലെ മന്ത്രവാദങ്ങൾ, നിഗൂഢ പ്രയോഗങ്ങൾ പതുക്കെ കയറി വന്നു. കയറി വരുന്ന കൂടെ അതിനെ നീക്കുമെന്ന് പറഞ്ഞാണ് പോർച്ചുഗീസുകാർ വന്നത്. പോർച്ചുഗീസുകാർ വാസ്കോഡിഗാമയൊക്കെ വന്നിട്ട് കാത്തലിസം അടിച്ചേൽപ്പിച്ചു. കാത്തലിസത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കൂനംകുരിശ് സത്യം പ്രഖ്യാപിച്ച് മലങ്കര ക്രിസ്ത്യാനികൾ തിരിച്ചുപോയി. യാക്കോബ് ഉർദാന എന്ന ഒരു മാനിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് അത് യാക്കോബ സഭയാകുന്നത്. ആ യാക്കോബ സഭയിൽ നിന്ന് റിഫോർമേഷൻ നടത്തി ഉണ്ടായതാണ് മർത്തോമാ ചർച്ച് എന്ന് പറയുന്നത്. ആ മർത്തോമാ ചർച്ച് റിഫോർമേഷൻ ഉണ്ടാക്കിയ ആൾ എബ്രഹാം മൽപ്പാനാണ്. ഈ മൽപ്പാൻ ചെയ്ത പണി കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അദ്ദേഹം ഈ രൂപക്കൂടുകളൊക്കെ തകർത്തിട്ട് ഈ ക്രൂശിത രൂപത്തെ കൊണ്ട് കിണറ്റിലിട്ടു. കന്യാമറിയമിൻ്റെ ഈ ബിംബങ്ങളെല്ലാം കൂടെ വാരി തടിക്കഷണവും കുരിശിലൂടെ വാരി തീയിലിട്ട് ചുട്ട് കളഞ്ഞു. അപ്പോൾ മാത്രമല്ല ഈ മധുബഹ എന്ന സംവിധാനം മുഴുവൻ തല്ലിത്തീർത്തിട്ട് ഇങ്ങനെ നമുക്ക് തങ്ങൾ ഇടനിലയൊന്നും വേണ്ട, അച്ഛനും ജനവും ഒന്നിച്ചാണ്, അതുകൊണ്ട് അത് മാറ്റമൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാർ അണിനിരന്നു. ഇത്രയും വലിയ വിപ്ലവം ചെയ്ത ആളാണ് എബ്രഹാം മൽപ്പാൻ. പക്ഷെ നമ്മൾ പറയുമ്പോഴെല്ലാം മാർട്ടിൻ ലൂതർ തീസീസ് ഒട്ടിച്ച കാര്യം പറഞ്ഞിട്ട് ചുരുങ്ങുകയാണ്. മാർട്ടിൻ ലൂതർ ഇത്രയും ചെയ്തു, പക്ഷേ മലയാളി ഒരുത്തൻ ഇത്രയും ചെയ്തിട്ട് രൂപക്കൂട് തല്ലിത്തീർത്തിട്ട് കുരിശി കൊണ്ട് കിണച്ചിലിട്ടിട്ട്
മറിയമിൻ്റെ തടി രൂപങ്ങളെല്ലാം കൂടെ ഇട്ട് തീയിലിട്ട് ചുട്ട് കളഞ്ഞിട്ട് അന്നത്തെ സഭയെ വെല്ലുവിളിച്ച കാര്യം നമ്മൾ മിണ്ടാതിരുന്നിട്ട് സായിപ്പ് ചെയ്ത കാര്യം പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ആവേശം. അത്രയും ചുരുങ്ങണോ? അതും മദ്യപാനിയാണ് ഈ മാർട്ടിൻ ലൂഥർ എന്ന് പറഞ്ഞ മനുഷ്യൻ. അങ്ങനെ കുടിക്കുന്നത് തന്നെ രസകരമായ കാര്യം. ക്ലാസ്സിന് 3 വര ഇട്ടിരിക്കുകയാണ്. ലൈവ് ചെയ്യുന്നുണ്ടോ ഇത്? ഇപ്പോൾ ലൈവാണോ? അത് അറിഞ്ഞാൽ നന്നായിട്ട്. മദ്യപാനിയായ മാർട്ടിൻ ലൂഥർ പറയുന്നത് കേട്ടിട്ട് അതാണ് നവീകരണം എന്ന് പറഞ്ഞിരിക്കുക നമ്മുടെ ആൾക്കാർ. കുടിക്കാൻ 3 ലൈൻ ഉണ്ടാക്കിയിരിക്കുക ഗ്ലാസ്സിൽ. 1 പിതാവിന്, 2 പുത്രന്, പരിശുദ്ധാത്മാവിന്. അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് മദ്യപിക്കുകയാണ് പുള്ളി. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഊറ്റം കൂടുന്ന ആവേശമാണ്. പക്ഷേ നമ്മളെന്നാ നമ്മുടെ കാര്യം തിരിച്ചറിയാൻ പഠിക്കുന്നത് ആദ്യം പഠിക്കും. ഇത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? അത് മർത്തോമയല്ലേ എന്ന് പറഞ്ഞ് ചുരുങ്ങുകയാണ്. മർത്തോമയാണ് കേരളത്തോട് ഏറ്റവും നല്ലൊരു സുവിശേഷം പറഞ്ഞത്. എത്ര നല്ല ആളുകളെ നമുക്ക് തന്നു. മലയാളിക്ക് എത്ര ശ്രേഷ്ഠന്മാരായ ദൈവാസന്മാരെ തന്നൊരു സ്ഥാപനമാണ് മർത്തോമാ സഭ. ആ മർത്തോമാ സഭയാണ് നമുക്ക് ഇവിടെ മാനസാന്തര സന്ദേശം ശരിക്കും പ്രസംഗിച്ച സാധു കൊച്ചുനുദ്ദേശിയെ പോലുള്ള ആൾക്കാരെ തന്നത്. തോട്ടാനന്തരം നമ്മളിങ്ങോട്ട് കണ്ട ആരെയാണ്? അത് കഴിഞ്ഞാലുടൻ നമ്മൾ കണ്ടത് നമ്മുടെ KV സൈമൺ സാറിനെയാണ്. ഞാൻ പല കാര്യങ്ങളിൽ സൈമൺ സാറിനെ വിയോജിക്കുന്ന ഒരാളാണ്. പക്ഷെ സ്നാനം തറപ്പിച്ച് മലയാളക്കാരോട് പറഞ്ഞ് പഠിപ്പിച്ച ആളാരാണ്? അത് KV സൈമൺ സാറാണ്. പരിശുദ്ധാത്മാഭിഷേകം മലയാളക്കരയോട് സ്ഥിരീകരിച്ചുറപ്പിച്ച് പ്രസംഗിച്ച 2 പേരാണ്. അതിലൊരാൾ ആദിനായ പാസ്റ്റർ K. എബ്രഹാമും തോട്ടനന്തരം TT സാമുവൽ സാറുമാണ് ഒരു കണ്ണന കൃതി എഴുതി തെളിയിച്ചത്. അതുകൂടെ ഒന്ന് പറയാനായിട്ടുണ്ട്. ഏതായാലും ലൈവുള്ളതല്ലേ. ഈ K. എബ്രഹാം സാറും KV സൈമൺ സാറും തമ്മിൽ ഡിബേറ്റ് നടന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഇത് പറയുന്ന കാലത്ത്, ഈ ഡിബേറ്റ് നടക്കുന്ന കാലത്ത് ബ്രദറൻ സഭ എന്താണെന്ന് മനസ്സിലാക്കണം. ബ്രദറൻ സഭ ഒരു മഹാപ്രസ്ഥാനമാണ് കേരളത്തിൽ. കുന്നംകുളമൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ശക്തിയാണ് അവർ. തൃശ്ശൂരൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ശക്തിയാണ്. കോട്ടയത്തൊക്കെ വലിയ ശക്തിയാണെന്ന് മാത്രമല്ല, അന്ന് അവർക്ക് ദിനപത്രമുണ്ട്. ദിനപത്രം ഡെയിലി ഇറങ്ങുന്ന, മാതൃഭൂമി പോലെയൊക്കെ ഇറങ്ങുന്ന, കേരളഭൂഷണമെന്ന് തോന്നുന്നു ഈ പത്രമുണ്ട്. അന്ന് ഇതൊക്കെ പറയുമ്പോഴും അന്ന് അവർ സിനിമാ മാസി നടത്തിയിരുന്നു ബ്രദറുകാർ. ലാലൂലിയിലെ എന്ന് പറഞ്ഞ ചെറിയ ഒരു വേറെ മാസി നടത്തിയിരുന്നു. അന്ന് അവർ പൈങ്കിളി മാസി നടത്തിയിരുന്നു. അപ്പോൾ ഡോക്ടർ ജോർജ് തോമസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ ഇസ്രായേലിൽ ലോകരാഷ്ട്രങ്ങൾ എഴുതിയ KG തോമാച്ചൻ്റെ മകൻ്റെ പേരാണ് ഡോക്ടർ ജോർജ് തോമസ്. അപ്പോൾ അന്ന് അവർ ഇതൊക്കെ പറയുമ്പോൾ ഇതേ പ്രസിൽ നിന്ന് ഒരുമിച്ചാണ് ആത്മീയ ഗ്രന്ഥവും പൈങ്കിളി സാഹിത്യവും കൂടെ സിനിമാ മാസികയും കൂടെ ഒരുമിച്ച് ജയനയൊക്കെ വെച്ച് പുറത്തിറക്കിക്കൊണ്ടിരുന്നത് ആ കാലത്ത്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്നാണ് നമ്മുടെ സംവാദം നടക്കുന്നത്. ഈ ഡിബേറ്റൊക്കെ നടന്നു കഴിയുമ്പോഴേക്ക് ബ്രദറൻ സഭയ്ക്ക് സ്വന്തം സ്കൂളുണ്ട്, കോളേജുണ്ട്, ആശുപത്രിയുണ്ട്, വലിയ സംവിധാനമുണ്ട്. പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടി 1000 പേരില്ല. പക്ഷേ ഡിബേറ്റ് കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ബ്രദറും പെന്തക്കോസ്തും ഒപ്പം എത്തി. ഒരു 50 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ബഹുദൂരം മുമ്പിൽ പോയി. ഇപ്പോൾ 85 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും IPC, ചർച്ചക്കോട്, ഷാരോൺ, ന്യൂ ഇന്ത്യ ഏതെങ്കിലും ഒരു സഭയുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പമില്ല. ആകെ ബ്രദറൻ സഭ. മനസ്സിലായ കാര്യങ്ങളുടെ കിടപ്പ്. ആകെ ഡിസ്ട്രിക്റ്റ് നമ്മൾ ഒരു സഭ എടുത്താൽ മതി. നമ്മുടെ ഷാരോൺ മാത്രം എടുത്താൽ മതി, ചർച്ചക്കോട് എടുത്താൽ മതി, IPC എടുത്താൽ മതി, നമ്മുടെ ന്യൂ ഇന്ത്യയുടെ ചർച്ചക്കോട് എടുത്താൽ മതി. അതിൻ്റെ കോട്ടയം ജില്ലയിലെ ഒരു സഭയുടെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പം ഇല്ലാതെ അത് ചെറുതായിപ്പോയി. മനസ്സിലായിക്കോണം. അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസങ്ങളുടെ പ്രതിവാദങ്ങളിലൂടെയാണ് കേരളത്തിൽ പെന്തക്കോസ്ത് വളർന്നതെന്നായി പറഞ്ഞത്. മനസ്സിലായോ? കാര്യം പിടിയിട്ടോ? അല്ല, അറിവും അവിവേകവും ഏതാണ്ട് കുറവുള്ള ആളുകൾ കൂടി ഉണ്ടാക്കിയൊരു സ്ഥാപനമായിട്ട് കരുതണ്ട. അതേക്കുറിച്ചൊരു അല്പം കൂടി പറയാം. ആരായിരുന്നു നമ്മുടെ പൂർവികന്മാർ? അവരുടെ ചരിത്രവും പാഠമൊക്കെ പഠിക്കണം. അവരെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏറെയുണ്ട്. ഇവിടെ വന്നവരെക്കുറിച്ചും പഠിക്കാനായിട്ട് ഏറെയുണ്ട്. അതിൽ നമ്മുടെ അന്നത്തെ പൂർവികരുടെ ചരിത്രം എടുക്കുക, നമ്മുടെ പാസ്റ്റർ K. എബ്രഹാമിനെ എടുക്കുക, പാസ്റ്റർ ART അതിശയത്തെ എടുക്കുക, ചർച്ചക്കൂടിൻ്റെയൊക്കെ ആരംഭകാല പ്രവർത്തകർ പാസ്റ്റർ PAV സ്വാമിൻ്റെ പിതാവ്, അവർ അതിനുശേഷം നമ്മുടെ പാസ്റ്റർ TG ഉമ്മനെ എടുക്കുക, ഷാരോണിലെ ഡോക്ടർ PJ തോമസ്, അദ്ദേഹം അന്ന് സെക്കുലർ PhD ഉള്ള ആളാണ്, അവരെയൊക്കെ എടുക്കുക. ഒരു വലിയൊരു നിര. പിന്നെ അതിനുശേഷം നമ്മുടെ നാട്ടിൽ കണ്ടത് ഒരു മാസ് മൂവ്മെൻറ്റായിട്ട് വളരുന്നതാണ്. പെന്തക്കോസ്ത് സഭ ശക്തിപ്പെട്ടപ്പോൾ തകർന്ന ആദ്യത്തെ പ്രസ്ഥാനം ബ്രദറിനാണ്. രണ്ടാമത് ആളുകൾ ഏറ്റവും അധികം പെന്തക്കോസ്തിലേക്ക് വന്നത് മർത്തോമാ സഭയിൽ നിന്നാണ്. മർത്തോമാ, മനസ്സിലായല്ലോ? ഏറ്റവും അധികം ആളുകളെ നഷ്ടപ്പെട്ടത് മർത്തോമാ സഭയ്ക്ക്. അതിനുശേഷം ഇവാഞ്ചലിക്കൽ സഭയ്ക്ക്. ഇന്ന് ഇവാഞ്ചലിക്കലൊന്നും ഒരു ശക്തിയല്ല. വൻതോതിൽ ഈഴവ സമൂഹം പെന്തക്കോസ്ത് സഭയിലേക്ക് വന്നു. കാനനയ സമൂഹം വൻതോതിൽ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചു വന്നു. ഈ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു വലിയ സമൂഹത്തെ ആർജിച്ചെടുത്തുകൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ പെന്തക്കോസ്ത്. അതിൽ ഒരു വഴിത്തിരിവുണ്ടായ കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപദേശത്തിലേക്ക് വരാം. ഉറക്കമാണോ നിങ്ങൾ? നമ്മളിത് തുറന്ന് പറയുന്നതാണ്. പഠിക്കാനല്ലേ, പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ 47 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞല്ല പറ്റുള്ളൂ. 47 ഏതാണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയല്ലോ. ഒരു ചരിത്രം പറയുമ്പോഴേക്ക്
4 കാലും ഒരു തുമ്പിക്കൈയുള്ള ജീവി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആനയെന്ന് തന്നെ പറയുന്നതല്ലേ എളുപ്പം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. കുഴപ്പമായിട്ട് തോന്നുന്നുണ്ട്. അഥവാ പ്രശ്നം വന്നാൽ എനിക്കെല്ലാവരും ഉള്ളൂ, നിങ്ങൾ ഓർത്ത് പേടിക്കൊന്നും വേണ്ട, ലൈവിൽ പോകല്ലേ, പൊക്കോട്ടെ. സ്തോത്രം. നമ്മുടെ ഉള്ളടക്കത്തിലേക്ക് വരാം. ഈ പെന്തക്കോസ്ത് ചർച്ചുകളുടെ കേരളീയമായ ആ സംസ്കാരവും ചരിത്രമൊക്കെ ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. അത് കൃത്യതയോടെ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. നല്ലൊരു ചരിത്രമൊന്നും അങ്ങനെ രേഖപ്പെടുത്തിയിട്ട് കണ്ടിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എഴുതിയ ചരിത്രമൊക്കെ കിട്ടിയ ഡേറ്റ വെച്ചുകൊണ്ടുണ്ടായ ഒരു ചരിത്രമാണ്. ചരിത്രകാരന്മാർ ചരിത്രം എഴുതാൻ പോയ ആളുകൾ തന്നെ ചെയ്തത് ബാംഗ്ലൂരിലേക്ക് വരിക, ഭക്തനച്ചാനെ കാണുക, അല്ലെങ്കിൽ പരിചയമുള്ളൊരു ദേവാസിനെ കാണുക. ഞങ്ങളെല്ലാം പരിചിതരാണ്. കണ്ടേ ചോദിക്കും, ഇവിടെ ആരാ ആദ്യം വർക്ക് തുടങ്ങി? ഉടനെ വാസു പറയാം, ഞങ്ങളുടെ തായ് വഴിപ്പെട്ടൊരു അപ്പച്ചൻ വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടെ വന്ന് ആദ്യത്തെ ഒരു അസംബ്ലി കൂട് സ്ഥാപിച്ചു. അപ്പോഴേക്ക് വേറെ ആൾ പറയല്ല, ഞങ്ങളുടെ അപ്പച്ചൻ വന്നൊരു ചർച്ചക്കൂട് സ്ഥാപിച്ചു, അത് 1900 ഇത് എഴുതി കേട്ടെഴുതിയേച്ച് പോവാണ്. അതല്ലല്ലോ ചരിത്രം. അപ്പോൾ അത് പരതി പഠിക്കണം. ഇവരിൽ ആരാ സത്യം പറഞ്ഞത് പരതി പഠിക്കാൻ ചരിത്രത്തിന് സങ്കേതങ്ങളും രീതിശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും അങ്ങനെയൊന്നും രൂപപ്പെടുത്തിയ സംഭവങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അതൊക്കെ പോയിക്കോട്ടെ. അപ്പോൾ നമുക്ക് പറ്റിയൊരു പാളിച്ച ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു നിമിഷം എടുക്കുകയാണ്. ഉറങ്ങാണോ? അതായത് മുഷിയുന്നുണ്ടോ നമ്മൾ? അപ്പോൾ ഞാൻ ഒരു വടക്കൻ ഭാഷ വരാൻ കാരണം വളർന്നതല്ല ഈ പെരുമ്പാവൂരാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഈ ഭാഷയ്ക്ക് ചില പ്രശ്നമുണ്ട്. ലൈവ് ചെയ്തെങ്കിൽ അങ്ങ് പറയാം. നമ്മളിപ്പോൾ തൃശ്ശൂരുകാരനോട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിയോട് ചോദിക്കും യോത്തിന് വരുമോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും വരില്ല എന്നേ പറയും. എങ്ങനെ പറഞ്ഞേ? വരില്ല. നമ്മൾ അതേ കാര്യം പെരുമ്പാവൂർ എന്ന് ചോദിച്ചാൽ അവൻ പറയും വരൂല. അതേ കാര്യം നമ്മൾ കോട്ടയത്ത് വന്നാൽ പറയും വരില്ല. പത്തനംതിട്ട ജില്ലയിലേക്ക് കയറിയാൻ പറയും വരത്തില്ല. കണ്ടോ, ഒറ്റ വാക്ക് എങ്ങനായി? വരൂല, വരില്ല, പിന്നെ വരില്ല, വരത്തില്ല. ആലപ്പുഴ കയറിയാൽ വീണ്ടും കട്ടിയാകും വരത്തില്ല, 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 ഇങ്ങനെ ആക്കും. ആലപ്പുഴക്കാരുണ്ടോ? തിരുവനന്തപുരത്ത് ഇരുന്നാൽ വീണ്ടും മാറും. ഒറ്റ ഭാഷയാണ്. മലയാളം 8 ഡയലക്ട്സുകളുടെ ഒരു കോർഡിനേഷനാണ്. പോട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുഷിയുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു. പ്രയാസമാകുമോ? ഇല്ല, സംഗതി നടക്കും അല്ലേ? കുഴപ്പമില്ല. നമ്മൾ നല്ല ഉണർവിൽ തന്നെ പിരിയും. അങ്ങനെയാണോ? ശരി. എനിവേ, ഈ 90കൾ പെന്തക്കോസ്ത് സഭകളെ സംബന്ധിച്ചോളം നിർണായകമാണ് ആയ ഒരു ഘട്ടമാണ്. കേരള ക്രൈസ്തവ സഭയെ സംബന്ധിച്ചോളം അത് നിർണായകമായിരുന്നു. ഈ 90കളിൽ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ TV എന്നൊരു സംസ്കാരം ശക്തമല്ല. TV ഉള്ളൊരു വീട്, ഫോണുള്ളൊരു വീട് ഒരു സമ്പന്ന വീടായിട്ട് പരിഗണിച്ചിരുന്നു അന്ന്. ഞങ്ങളുടെ വീട്ടിൽ ഫോണുണ്ടല്ലോ എന്നൊക്കെ കുഞ്ഞു പറയുന്ന വലിയൊരു കാര്യമായിട്ടാണ് ഉള്ളത്. ഇന്ന് ഫോണുണ്ടല്ലോ എന്ന് അതൊരു ശല്യമായിട്ടാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ TV ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പുരാവസ്തുവായി കഴിഞ്ഞു TV. പക്ഷെ എന്നതല്ല സ്ഥിതി. ഇപ്പോൾ 90കൾ വരെ നമ്മുടെ സംസ്കാരത്തെയും ജീവിതത്തെയും സ്വാധീനിച്ച ഘടകം ഈ പ്രസിദ്ധീകരണങ്ങളായിരുന്നു. മലയാള മനോരമയും മംഗളവും പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എഴുത്തുകാർ എഴുതിയ കൃതികളിൽ അഭിരമിച്ച് ആളുകളിങ്ങനെ പോകുന്ന ഘട്ടമാണ്. വിശേഷിച്ച് ഇതിൻ്റെ വായനക്കാർ കൂടുതലും സ്ത്രീകളായിരുന്നു. അപ്പോൾ സ്ത്രീകളിത് വായിക്കുക, അമ്മായിമ്മയും മരുമകളും കൂടി ഒരുമിച്ചിരുന്ന് വായിച്ച് കഥ പറയുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ പോലും ഇല്ലാതായി കുടുംബത്ത്. അങ്ങനെങ്കിലും അവരങ്ങ് ഐക്യതപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം വായിച്ചല്ല, പിന്നെന്തുവാ? ഒരു കഥ വായിച്ചിട്ട് അമ്മായിമ്മ മരുമകൾ പറഞ്ഞ് വായിക്കടി എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വായിച്ച് അതൊക്കെ ഒരു ചെറിയ ധാരണയൊക്കെ കുടുംബത്ത് വന്നു. അങ്ങനെ വന്ന് ഈ മംഗളത്തിൻ്റെ സ്വാധീനം 20 ലക്ഷം വരെ എത്തി. 20 ലക്ഷം വായനക്കാർ മനോരമയെ കടത്തി വെട്ടിയത്. അപ്പോൾ എൻ്റെ നാട്ടുകാരനൊരു എഴുത്തുകാരുണ്ടായിരുന്നു, നമ്മുടെ ചർച്ചിലൊക്കെ അതേ ഇടയ്ക്ക് വരുമായിരുന്നു, മാത്യു മറ്റോ എന്ന് പറയും. അതൊരു 9 നോവൽ ഒരു ഘട്ടത്തിൽ എഴുതുമായിരുന്നു. 9 നോവൽ ഒരു ലക്കത്തിൽ എഴുതുന്നത്. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ജോയ്സി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം ജോയ്സി, JC ജൂനിയർ, ജോസി വാഗമറ്റം, CV നിർമ്മല, ഇങ്ങനെ പല പേരിൽ ഒരേ സമയം എഴുതുമായിരുന്നു. ഞങ്ങൾ മാധ്യമരംഗത്തുള്ള ആൾക്കാരായതുകൊണ്ട് ഇത്തരം കുറേ അറിവുകളുണ്ട്. എന്നാലും ആളുകൾ ഇങ്ങനെ വായിക്കുന്ന കാലത്ത് ഈ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് അന്ന് നമ്മുടെ നേഴ്സുമാരൊന്നും അധികം വിദേശത്തില്ല, ആണുങ്ങളാണ് പോയിരിക്കുന്നത്, മറ്റ് ജോലികൾക്കാണ് പോയിരിക്കുന്നത്. കാരണം നമുക്കൊരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തൊക്കെ സ്നേഹിച്ചു തുടങ്ങിയിട്ടും അധികം നാളായില്ല. അപ്പോൾ അത് മുമ്പ് ആർട്സ് ഗ്രാജുവേറ്റാണ് കൂടുതലുള്ളത്. അവരെന്തെങ്കിലും ഒരു ജോലിക്ക് ഗൾഫിൽ പോവാണ്.
അവരാ ചെയ്യുന്ന ജോലി പറയാൻ പോലും ഇഷ്ടപ്പെടാത്ത വിധത്തിൽ കഠിനതയുള്ള ജോലിയാണ് അന്നത്തെ നമ്മുടെ പുരുഷന്മാർ ചെയ്തത്. അവിടെ പോയിട്ട് സൗകര്യമാർ പോയി തുടങ്ങിയത് BSc നേഴ്സിംഗും ഒക്കെ ഒരു സർവ്വസാധാരണമായ ശേഷമാണ് സ്ഥിതിക്ക് മാറ്റം വന്നത്. അപ്പം അന്ന് അവരയക്കുന്ന പണമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിത സന്ധാരണത്തിൻ്റെ വഴി. പക്ഷെ പെട്ടെന്ന് ഈ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴേക്ക് ഒരു അനിശ്ചിതത്വം. പണമില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹം എവിടെയെന്ന് പോലും പിടിയില്ല. ആകെ മാറി, സ്ഥിതി ആകെ മാറിയപ്പോൾ ക്രൈസ്തവ കുടുംബങ്ങളിലെ പല സ്ത്രീകളും ഭയന്നുപോയി, പേടിച്ചു, പ്രാർത്ഥനയിൽ വിശ്വസിച്ചു, ആത്മീയ സത്യങ്ങളിലൊക്കെ വിശ്വസിക്കാൻ അവർ തയ്യാറായിട്ട് ഈ വായന ഉപേക്ഷിച്ചു. ആ വായന ഉപേക്ഷിച്ചപ്പോൾ മംഗളത്തിൻ്റെ ഒക്കെ പ്രചാരം ഇടിഞ്ഞു. ഈ സമയത്ത് നോക്കിയാണ് പോട്ടർ ധ്യാന കേന്ദ്രമൊക്കെ കൊടുക്കുന്ന വചനോത്സവം, അതൊക്കെ വായിച്ചിട്ട് ആളുകൾക്കൊരു ചെറിയ മാറ്റം ഉണ്ടായി. ഈ മാറ്റം വന്നിട്ട് അടുത്ത ഘട്ടം സഭയ്ക്കുള്ളിലേക്ക് തങ്ങളുടെ പ്രയാസമായിട്ട് ഈ സ്ത്രീകൾ ചെല്ലുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല. കുമ്പസാരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ ഒരു വിവരമില്ല അച്ഛനെക്കുറിച്ച്, കത്ത് വരുന്നില്ല. അപ്പോൾ അച്ഛന്മാരെ സംബന്ധിച്ചോളം നമ്മളെയൊക്കെ വിളിച്ച് വലിയ അറിവുള്ളവരാണ്. ശരിക്കും കാത്തലിക് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ നോളജുള്ളവരാണ്. സൈക്കോളജി പഠിക്കും, സോഷ്യോളജി പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, വലിയ വലിയ പണ്ഡിതന്മാരാണ്. നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ഇതെല്ലാം പഠിക്കും. പക്ഷേ അറിയാത്തൊരു കാര്യം ബൈബിളാണ്. ബാക്കിയൊക്കെ അത്യാവശ്യം എല്ലാ കാര്യത്തിലും നമ്മളെക്കാളൊക്കെ അഗ്രഗണ്യരാണ്. ബൈബിൾ അറിയില്ല, ആ കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ അതുകൊണ്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറേ തത്വചിന്ത തോമസ് അക്കീനാസ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ ആൾക്ക് സമാധാനം വരുമോ? അവിടെ ഇരിക്കുന്ന സ്ത്രീയോട്, കുമ്പസാരിക്കുന്ന സ്ത്രീയോട് അക്കീനാസ് പറഞ്ഞ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവസാന നിമിഷം അലക്സാണ്ടർ ഇങ്ങനെ ആയിരുന്നു എന്നും പറഞ്ഞാൽ അവിടെ ഉത്തരമില്ല. അവിടെ വചനം തന്നെ പറയണം, അതറിയത്തില്ല. അപ്പോൾ ഈ സഭകളിൽ ഒരു ആത്മായ നേതാവ് കാണും വിശ്വാസിക്കിടയിൽ. അല്പം പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ആത്മീയനായ. എല്ലാ സഭയിലും ആത്മീയരുണ്ടല്ലോ. ഇത് മിക്കപ്പോഴും അധ്യാപകരായിരിക്കും. അവർക്ക് വായനാ തൽപരരൊക്കെ ആയതുകൊണ്ട് വായിച്ചും ബൈബിൾ വായിച്ചും കിട്ടിയൊരു അറിവുണ്ടാവും. പോട്ടയിലെ ധ്യാനവും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് അകത്ത് പ്രസംഗിക്കാനും ഒക്കെ ഒരു അവസരവും ചെറിയ കൂട്ടായ്മ നടത്താനൊക്കെ ഒരു അവസരവും കിട്ടി. ഒടുവിൽ ഈ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതിനേക്കാൾ, അച്ഛനോട് പറഞ്ഞതിനേക്കാൾ പ്രയോജനമുണ്ടെന്ന് മനസ്സിലായി. അച്ഛനും അതൊരാശ്വാസം. കാരണം എന്താ, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ, സാറ് ധ്യാനം നടത്തുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യേ. അങ്ങനെ കൂടി ഈ കൂട്ടായ്മകളങ്ങ് വളർന്നില്ലേ. 100 പേര്, 200 പേരായി, 500 പേരായി, 1000 പേരായിട്ടൊക്കെ ഇത്തരം ഗാദറിങ്ങുകൾ വളർന്നപ്പോൾ ഈ സാറ് കുറേ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. അത് മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ ART അതിശയത്തിൻ്റെയും YS അഖിൽ സാറിൻ്റെയൊക്കെ പുസ്തകങ്ങളാണ് വായിച്ചേക്കുന്നത്. ഗേബ്ര സാറിൻ്റെയൊക്കെ പുസ്തകം വായിച്ച് കിട്ടിയ ഒരറിവുണ്ട്. ആ വെളിച്ചത്തിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ഈ സാറിന് മനസ്സിലായി സ്നാനം ശരിയാണ്. കാരണം നമ്മുടെ ആളുകളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ സ്നാനം ശരിയാന്ന് മനസ്സിലായി. അദ്ദേഹം ആരും അറിയാതെ സ്നാനപ്പെട്ടിട്ട് പോയി. ആരും അറിയാതെ സ്നാനപ്പെട്ടു. ഈ സ്നാനം ഇങ്ങനെ സ്നാനപ്പെട്ടിട്ട് ആരോടും പറയുന്നില്ല, കൂട്ടായ്മയെല്ലാം നടക്കുന്നുണ്ട്. ക്രമേണ നമ്മുടെ പാസുമാരുമൊക്കെ ഇവരെ വീടുകൾ വിസിറ്റ് ചെയ്തപ്പോൾ പഴയ എതിർപ്പില്ല, വരാവുന്നായി. സംസാരിച്ചു, പാസുമാർ സ്നാനം പറഞ്ഞു. സ്നാനമെല്ലാം കെട്ട് കഴിഞ്ഞത്തേക്ക് ഇവരും പതുക്കെ പലരും സ്നാനപ്പെടണം. സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, അങ്ങ് സ്നാനപ്പെട്ടു, പള്ളി വിട്ട് പോരും, ഇവിടെ നിൽക്കണം. അങ്ങനെ പള്ളി അറിയാതെ സ്നാനപ്പെട്ട നിരവധി ആളുകൾ കാത്തലിക് സഭയിലും ജേക്കബൈറ്റ് സഭയിലും ഒക്കെ ഉണ്ടായി. കുറേ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ ആത്മീയ സന്തോഷവും തീവ്രതയൊക്കെ നിമിത്തം സഭയ്ക്കുള്ളിൽ ഇത് പറ്റാവുന്നു. കാരണം രൂപക്കൂടിൻ്റെ മുമ്പിൽ പോകുന്നില്ല, കന്യാമറിയോട് പ്രാർത്ഥിക്കുന്നില്ല, കുമ്പസാരിക്കാൻ പോലും വരുന്നില്ല. അപ്പോൾ സഭയുടെ സ്ഥായിയായ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആക്ഷൻ വന്നു. ആ ആക്ഷനെ നേരിട്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇവരിവിടെ സ്നാനപ്പെട്ട കുറേ ആളുകൾ സഭയ്ക്കുള്ളൊരു തൊങ്ങൽ ഗ്രൂപ്പായി, ഒരു ബദൽ ഗ്രൂപ്പായിട്ട് പോകല്ലേ. ആ ഘട്ടത്തിൽ ഇവരുടെ മുമ്പിൽ ഒറ്റ പോംവഴിയേ പിന്നുള്ളൂ, എങ്ങോട്ട് വരണം? പെന്തക്കോസ്ത് സഭകളിലേക്ക് ചേരണം. അതിനെന്തോ ഒരു നാണക്കേടോ ബുദ്ധിമുട്ടോ ഒക്കെ അവർക്ക് തോന്നി, ഏതാണ്ടൊരു പ്രയാസമൊക്കെ തോന്നിയിട്ട് അങ്ങോട്ട് വന്നുമില്ല. സഭയിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്തു. സഭയിൽ നിന്ന് പുറത്ത് പോയപ്പോഴേക്കും നമ്മുടെ പഴയ സാറുണ്ടല്ലോ ക്ലാസ് എടുത്തേ, മറന്നുപോയോ പുള്ളിയെ? മറക്കല്ലേ. ഇവർക്ക് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ വചനം സംബന്ധിച്ചൊരു മാന്യമായി ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയാം, ഓപ്പറേഷൻ അറിയില്ല, അതിനുള്ള സാധനം ഇല്ല. പിടി കിട്ടിയോ? ഫസ്റ്റ് എയ്ഡ് ചെയ്യും, പക്ഷേ ഇത് ഇല്ലെന്ന് അറിയിക്കാനൊരു മടി. അതുകൊണ്ട് അപ്പോഴേക്ക് ഇവർ നേതാവായി കഴിഞ്ഞു, പേരായി കഴിഞ്ഞു. ഫസ്റ്റ് എയ്ഡ് ഡീസൻ്റായിട്ട് നടത്തും, ഓപ്പറേഷൻ അറിയില്ല. പക്ഷേ ഫസ്റ്റ് എയ്ഡിൻ്റെ അറിവ് വെച്ച് ഓപ്പറേഷൻ ചെയ്തു, അത് പോസ്റ്റ്മോർട്ടം ആയിപ്പോയി. ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നവൻ ഓപ്പറേഷൻ ചെയ്താൽ പോസ്റ്റ്മോർട്ടം ആവൂലേ? മനസ്സിലായോ? മസിലെ കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ വെയിനെ കൊടുത്ത ആൾ തട്ടിപ്പോവും, അതാണ് കാര്യം. അത് തിരിച്ചു കൊടുത്താൽ വലിയ പ്രശ്നമില്ല. വെയിനിൽ നേരെ പിടിച്ചിട്ട് മസിലെ കൊടുത്താൽ ഡയറക്റ്റ് പെട്ടെന്ന് ഹാർട്ടിൽ ചെല്ലും, പ്രശ്നം ഉണ്ടാകും. സമയം കൊണ്ടേ ഇത് കയറി ചെല്ലാവുള്ളൂ. അങ്ങനെ ആ മരുന്ന് കൊടുക്കണ്ടേ, IV കൊടുക്കണ്ടേ, അങ്ങനല്ലേ?
അപ്പോൾ സംഗതി മാറി. വചനമില്ല, ഈ കുറവ് പിന്നെ നികത്തി എവിടാ? 2, 3, 4, 5 വാക്കോ ഒരു 10 മിനിറ്റൊക്കെ വചനത്തിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റിയിട്ട് നമുക്ക് കണ്ണുണ്ടാകാൻ പോകുന്നു, കാലുണ്ടാകാൻ പോകുന്നു, മുഴ മാറുന്നു, തല മാറുന്നു എന്നൊക്കെ ഉള്ള ഒരു ശൈലിയിലേക്ക് എത്തി. അത് ക്രമേണ മാറി. അവിടെ വരെ ആ മൂവ്മെൻറ്റ് ശരിയായിരുന്നു, ജനം വഴിതെറ്റിപ്പോയി. നോക്കി നിൽക്ക ഇത്തരം മൂവ്മെൻറ്റുകൾ അംഗസംഖ്യയിൽ കുതിച്ചു വരുന്ന കണ്ടപ്പോൾ ഇപ്പുറത്ത് പെന്തക്കോസ്ത് സഭകൾക്ക് ഇത് കണ്ടിട്ടൊരാശങ്ക, അവിടെ ആളുണ്ട്, ഇവിടെ ആളില്ല. അപ്പോൾ ആളുണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? അവർ കാണിക്കുന്ന പോലെ കാണിച്ചാൽ ഇവിടെ ആളുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ തലമുറ പതുക്കെ അങ്ങോട്ട് വഴുതി ഒരു ബാന്ധവം അങ്ങോട്ടിട്ടു. നമ്മൾ അങ്ങോട്ടായോ അതുമില്ല, അവരിങ്ങോട്ടായോ അതുമല്ല. ഇപ്പോൾ ഒരാശങ്കയുടെ മുൾമുനയിൽ ഇത്തരം സഭകൾ ഒരുമിച്ച് നിൽക്കുന്നൊരു ഘട്ടമാണ്. അവിടെയാണ് ഇത്തരം പഠനങ്ങളുടെ ഒരു ആവശ്യം വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞോട് നിങ്ങൾക്ക് വിയോജിക്കാം. ചോദ്യം വഴിയൊക്കെ വരുമ്പോൾ നമുക്ക് വിയോജിക്കാൻ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയും. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഫണ്ടമെൻ്റലായി പോരുന്ന പെന്തക്കോസ്ത് സഭകൾക്ക് ഇത് പറയത്തക്ക ഭീഷണിയൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടുന്ന് ആരെയും കാര്യമായി പിടിച്ചെടുത്തുകൊണ്ടാൻ പറ്റിയില്ല. പരമ്പരാഗതമായി പോരുന്ന സഭകളെ കുറ്റം പറഞ്ഞാണ് ഇത്തരം സഭകൾ പിടിച്ചു നിന്നത്. ഇതൊരു മുത്തശ്ശിയായി, 10-70 കൊല്ലമായപ്പോൾ ഇതൊരു മുത്തശ്ശിയായി. അങ്ങനെയാണേ ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭ എത്രയോ മുത്തശ്ശിയായി, 2-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. സഭയ്ക്ക് ഇത്രയും അതിജീവിച്ചല്ലോ എന്നാണ് പറയേണ്ടത് പ്രതിസന്ധികളെ. അപ്പോൾ പുതിയ പ്രവണതകൾ, പുതിയ ശൈലികൾ, പുതിയ രീതികൾ ഇതുവഴി ലോകവുമായൊരു ബാന്ധവത്തിലേർപ്പെട്ട് ലോക രീതികളെ എങ്ങനെ സഭയ്ക്കുള്ളിൽ അപ്ലൈ ചെയ്യാം, അത് വന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു. വന്ന് ഇതിനുള്ളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പഠനങ്ങളിലെല്ലാം മാറ്റം. മാനസാന്തരത്തെക്കുറിച്ച് പഠനമില്ല, ക്ലാസ്സില്ല. അടിസ്ഥാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ? ഫസ്റ്റ് വേണം എന്താ? പിന്നെ അത് എണ്ണം പോലെ ലിൽച്ചറിയില്ലേ? മാനസാന്തരം കഴിഞ്ഞ ഉടനെ അടുത്തെന്താ? സ്നാനം. പിന്നെ അല്ല, സ്നാനം കഴിഞ്ഞല്ലേ അത്? മാനസാന്തരം കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് ആത്മനിർഭരം. പിന്നെന്താ വേണ്ടേ? അപ്പം നുറുക്ക്, കൂട്ടായ്മ, പിന്നെ പ്രാർത്ഥന, പിന്നെ എന്തോ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇപ്പോൾ ഓരോ ലിസ്റ്റ് വരുമ്പോൾ ഓരോ കർമ്മ, ഈ കൃപാവരങ്ങളുടെ ക്രമത്തിലുണ്ട് വാസു പറഞ്ഞ പ്രശ്നം. ഓരോരുത്തരുടെ ലിസ്റ്റ് ഓരോ ശൈലിയിലായി പോവാണ്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പോകാം. സന്തോഷമാണോ? നമുക്ക് അറിവുള്ളതിലേക്ക് അധികം ഡീപ്പായിട്ട് പോകണ്ട, എങ്കിലും ഒന്ന് പഠിച്ചു പോകാം. ഫസ്റ്റ് വണ്ണം ഒരു വാക്യങ്ങൾ എടുത്ത് പോകാം. എബ്രായ ലേഖനം 6:1 വായിച്ചാട്ടെ. എബ്രായർ 6:1. ഉറങ്ങരുത്, നമ്മൾ ബൈബിളിൽ കയറി. ഞാൻ പറഞ്ഞു വന്ന പല വിഷയങ്ങൾ അവിടെ നിർത്തി. കേൾക്ക്. ആദ്യം ഇത് പഠിച്ചോ. ഫസ്റ്റ് വൺ, ഒരു വിശ്വാസിയായി തീരാൻ ഒരാൾക്ക് വേണ്ട ആദ്യത്തെ കടമ്പ മാനസാന്തരമാണ്. മെറ്റനോയ്യ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് വേർഡ്. മെറ്റനോയ്യ. ഈ മെറ്റനോയ്യ സംഭവിക്കുന്നത്, അതിൻ്റെ ഹീബ്രു വേർഡ് ഷൂബ് എന്നാണ്. SHUB, ഷൂബ്. ഗ്രീക്കും ഹീബ്രുവും അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, വലിയ വിഷയമൊന്നുമല്ല. അതിൻ്റെ അർത്ഥം തിരിയുക എന്നാണ്. തിരിയുക, തിരിഞ്ഞു വരിക, ശരിയിലേക്ക് തിരിയുക. ടേൺ ടു റൈറ്റ് ആണ്. അപ്പോൾ റൈറ്റ്, RIGHT, റൈറ്റ്, ശരിയിലേക്ക് തിരിയുക. മെറ്റനോയ്യ, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. ഈ മാനസാന്തരത്തിൻ്റെ റിസൾട്ടാണ് രക്ഷ. മാനസാന്തരം മനുഷ്യൻ്റെ റെസ്പോൺസും രക്ഷ ദൈവത്തിൻ്റെ ദാനവും. അത് കോറിലേറ്റഡാണ്. ഒന്നിച്ചു പറഞ്ഞാലും തെറ്റൊന്നുമില്ല. മാനസാന്തരത്താൽ ഉളവാകുന്നതെന്തോ അതാണ് രക്ഷ, സോറ്റീരിയ. അപ്പം മെറ്റനോയ്യ എനിക്ക് സംഭവിക്കുമ്പോൾ സോറ്റീരിയ ദൈവം തരുന്നു. ഓക്കെ, ഈ സോറ്റീരിയ അഥവാ രക്ഷ, ഇത് അതിന് തന്നെ രസകരമായൊരു തെളിവ് വസ്തുത പറഞ്ഞത്. നമുക്കൊരു ഭൗതിക രക്ഷയുണ്ടല്ലോ, ശരീരരക്ഷ. ശരീരത്തിന് രക്ഷയുടെ ഭാഗമാണ് രോഗശാന്തി. ശരീരരക്ഷയുടെ ഭാഗമാണ് ആഹാരം.
പോഷകാഹാരവും ആഹാരവും വെള്ളമൊക്കെ ശരീരത്തെ രക്ഷിക്കാൻ കൊടുക്കുന്നതല്ലേ, അല്ല തമാശയ്ക്ക് കുടിക്കുകയാണോ? അല്ല, ശരീരത്തെ രക്ഷിക്കാനാണ്. അപ്പോൾ അതല്ലേ ഈ ക്രൂശിൽ 2 വിധ രക്ഷയുണ്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കള്ളൻ ചോദിച്ച ആത്മരക്ഷയാണ്, അടുത്ത കള്ളൻ ചോദിച്ച ശരീരരക്ഷയാണ്. ക്രൂശിൽ നിന്ന് രക്ഷപ്പെടണം. മറ്റേ കള്ളൻ പറഞ്ഞത് നിൻ്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. 2 രക്ഷ ഈ ചോദിച്ച്. മനസ്സിലാകുന്നോ? 2 പേരും രക്ഷയെക്കുറിച്ചാണ്. ഒരുത്തനെ കർത്താവ് തള്ളിക്കളയണം, അവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിനുള്ള അല്ലെന്ന് ആദ്യമേ പറഞ്ഞു. മറ്റവനോട് പറഞ്ഞു എന്നോട് കൂടെ നീ പറുദീസയിലായിരിക്കും. 2 രക്ഷയാണ്. അതുകൊണ്ട് ഈ രക്ഷയെക്കുറിച്ച്, ശരീരത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പഠിക്കാൻ ആരോഗ്യശാസ്ത്രം കൂടെ ഉള്ളത് അല്ലേ? ഈ വൈദ്യശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട പദം ഇതുപോലെല്ലാം ഗ്രീക്കാണ്. നേഴ്സുമാരുണ്ടോ അവിടെ? മെഡിക്കൽ ലൈനിലുള്ളവരുണ്ട് എന്ന് കൈവഹിക്കേ. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ബൈബിളുമായിട്ട് റിലേറ്റഡ് ആണ്. കാർഡിയ, അത് ഗ്രീക്ക് വേർഡാണ് കാർഡിയ. ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന യഹോവ. കർത്താവ് എന്ന് പറയുന്നത് ഞാൻ നിൻ്റെ കാർഡിയായെയും നെഫ്രോണിനെ അറിയുന്ന യഹോവ. നെഫ്രോൺ എന്താ? നെഫ്രോളജി. പൈഡിയ, അത് കുഞ്ഞെന്ന അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് പീഡിയാട്രീഷ്യൻ ഉണ്ടാക്കുന്നത്. ഗുനൈ, അതിൽ നിന്നാണ് ഗൈനക്കോളജി ഉണ്ടാകുന്നത്. ഗുനൈ എന്ന് പറഞ്ഞാൽ സ്ത്രീ. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഗുനൈ, ഇങ്ങനെ യേശു ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഗ്രീക്കാണ്. ഇതുപോലെ ഇത് പറഞ്ഞു പോയത് ഡീപ്പായ അർത്ഥം കിട്ടാനാണേ, വേറെ നോക്കല്ലോ. ആത്മീയ രക്ഷയിലും ഉണ്ട്. ഈ ഭാഷയിലേക്ക് വരാം. എനിക്ക് മെറ്റനോയ്യ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപം, ശരിയല്ല എന്നതിനെക്കുറിച്ചുള്ള പശ്ചാത്താപം. അവിടെ ഒരു ആത്മീയനെ നമുക്ക് ആദ്യം അളക്കേണ്ട ആ ഒരു പദത്തിലാണ്. ഇത് ഒത്തിരി വലിയൊരു സംഭവമാണ് ഈ പറഞ്ഞ കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോൾ പലപ്പോഴും സാക്ഷ്യങ്ങൾ മാനസാന്തര വിപരീതമാകാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നിന്നിട്ടൊന്നൊരു സാക്ഷ്യം പറയുന്നതെല്ലാം നിങ്ങൾക്കുണ്ടായ ലാഭമാണ്. എനിക്കുണ്ടായ ലാഭമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ലാഭമുണ്ടായി, എനിക്കൊരു ഷോർട്ട് കട്ട് കിട്ടി, എനിക്ക് ഫ്ലൈറ്റ് താമസിച്ചു, അത് നന്നായി. ഞാൻ താമസത്തേക്ക് ഫ്ലൈറ്റ് താമസിച്ചു. ക്യൂവിൽ ഞാൻ ഏറ്റവും പുറകിലായിരുന്നു. പരിചയമുള്ള ഒരുത്തിനെ കൃപയാൽ കണ്ടു. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതിലേ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ കരുണ. 50 പേരെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്ക് കിട്ടിയ സുഖമാണ് ഞാൻ സാക്ഷിയായിട്ട് പറയുന്നത്. മാനസാന്തരം നേരെ തിരിഞ്ഞൊരു അനുഭവമാണ്. പിടികിട്ടിയോ? മനസ്സിലായോ? 10,000 ലക്ഷക്കണക്കിന് ആളുകൾ പണം നിക്ഷേപിച്ചത് ഈ പലതും പൊട്ടിപ്പോയി. പക്ഷേ എനിക്ക് കൃപയാൽ എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. മനസ്സിലായോ? ഞാൻ ചെറിയ വിലയ്ക്ക് ആ വസ്തു വാങ്ങി. ഇന്ന് ആ വസ്തുവിന് 50 ഇരട്ടി വിലയായി. എൻ്റെ ലാഭങ്ങൾ മാത്രമാണ് ഞാൻ എപ്പോഴും എനിക്ക് കിട്ടിയ ആ ലാഭങ്ങളെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേ മാനസാന്തരത്തിന് വിപരീതമായത്. പിടികിട്ടിയോ? ഇങ്ങനെയാണിത് പഠിക്കണമെന്ന് തോന്നുന്നില്ല അല്ലേ? ഇങ്ങനെയാണിത് പഠിക്കണമെന്ന് തോന്നില്ല. ഞാൻ വീട്ടിൽ ഈ പാട്ടിനെക്കുറിച്ച് ക്ലാസ് കുറേ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പിള്ളേർ പറയാം, അപ്പ കാരണം ഒരു പാട്ട് പാടാൻ വയ്യാതായി. എന്തേ കാര്യം? ക്ഷമിക്കണം, ഈ പാഹിമാൻ ദേവദേവ എന്നൊരു പാട്ടുണ്ട്. ഞാനിത് പഠിച്ചിട്ട് പേരിന് പോലും യഹോവയെന്നില്ല, ദൈവമെന്നില്ല, യേശു ക്രിസ്തു എന്നില്ല, കർത്താവെന്നില്ല. ഇത് ആർക്ക് വേണേ മുമ്പിലും പോയിരുന്ന് പാടാം. ഏതാ? പളനി ചെന്നും പാടാം പാഹിമാൻ ദേവദേവ പാവന രൂപ. ശബരിമല ചെന്നും പാടാം, പള്ളി വന്നും പാടാം, സഭായത്തിനും പാടാം. അപ്പോൾ എല്ലാവർക്കും ചേരുന്നൊരു പാട്ട് പണ്ഡിതന്മാർ എഴുതിയതുകൊണ്ട് നമ്മളതിനെ അങ്ങ് പാടിക്കുമോ. ഇപ്പോൾ വന്നതിൻ്റെ ബാക്കി വരുന്ന പോലെ എടുത്ത് കാണട്ടെ, നമ്മളത് പാടിക്കുമോ, കുഴപ്പമുണ്ടെന്നുള്ളതല്ല. ഇപ്പോൾ ഈ പാട്ടുകൾ എടുത്ത് നോക്കിയപ്പോൾ പലതിനും ദുരുപദേശമുണ്ട്, പലതിലും വേദവിപരീതമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ മാനസാന്തരത്തിൻ്റെ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ സാധനപ്പെടാൻ ചിലർക്ക് തോന്നും. അതാ വേറൊരു വിഷയം. പിന്നെ നോക്കട്ടെ. അപ്പോൾ നമുക്ക് കിട്ടിയ ലാഭമാണ്. പക്ഷേ കർത്താവ് മുഴുവൻ പറഞ്ഞത് തൻ്റെ നഷ്ടത്തെക്കുറിച്ച് ചെയ്തത് മുഴുവൻ നഷ്ടമാണ്. സ്വർഗീയ മഹിമകളെ വെടിയാണ് ആദ്യ കർത്താവ് ചെയ്തത്. പൗലോസ് ലാഭമായിരുന്നൊക്കെ ഛേദമെന്നുകയാണ്. പത്രോസ് പ്രാണനം വെച്ചു കൊടുക്കുകയാണ്, തല കീഴായി ക്രൂശിക്കാൻ പറയുകയാണ്. അപ്പം നഷ്ടക്കണക്കാണ് ഈ മാനസാന്തരം ഭൗതിക ലോകത്ത്. പിടികിട്ടിയോ? അപ്പോൾ അത് ഓർത്തുണ്ടായ തൻ്റെ കുറവിനെ ചൊല്ലിയുണ്ടായ തിരിച്ചറിവ് അങ്ങോട്ട് കൊടുത്തപ്പോൾ സക്കായുടെ അനുഭവം തന്നെ പറയാം. നമ്മളൊരു പാട്ട് പാടുമല്ലോ, എൻ ജീവിതമായി ഈ മരക്കൊമ്പിൽ. നല്ല പാട്ടാണ് അല്ലേ? സക്കായുടെ അനുഭവമാണ് ആ പാട്ട്. നിൻ്റെ വരവിനായി കാത്തിരിപ്പു, സ്വാർത്ഥത നിറയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. സക്കായിയുടെ അനുഭവം പാടുന്നതായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എൻ്റെ വീട്ടിലോട്ടില്ലാണ്. അപ്പോൾ സക്കായി എന്താ ചെയ്തത്? ചതിയായി വാങ്ങിയത് പരിശോധിച്ചിട്ട് 10 മടങ്ങ് കൊടുത്തങ്ങ് തീർക്കുക, ഇടപാടുകളങ്ങ് തീർക്കുകയാണ്. അപ്പോൾ എൻ്റെ നിലപാടിൽ, എൻ്റെ സംസ്കാരത്തിൽ, എൻ്റെ വീക്ഷണത്തിൽ ഭവിച്ചതെന്തോ അത് സെറ്റിൽ ചെയ്യാനുള്ള ആ മനസ്ഥിതിയാണ് മാനസാന്തരം. ആ മനസ്ഥിതി ദൈവത്തിൻ്റെ അരികിലേക്ക് ഞാൻ ഉദ്ധരിച്ചപ്പോൾ അവൻ എനിക്ക് തന്ന
തിരിച്ചു തന്ന വാഗ്ദത്തമാണ് രക്ഷ. അതേക്കുറിച്ച് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. അപ്പോൾ ഞാൻ കൺവസ് ചെയ്യുകയാണ്. ഈ കൺവസ് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയത് ലജ്ജാഭാരമുള്ള ഒരു പരിഗണന. അതൊന്ന് ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി തരാം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ തെറ്റ് കാണിച്ചിട്ടിരിക്കുമല്ലോ. കുഞ്ഞുങ്ങൾ കുസൃതിയായൊരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ഇവൻ വിലപിടിപ്പുള്ളൊരു വസ്തു, ഒരു ഫ്ലാസ്ക് താഴെ വീണി എടുത്ത് കളിച്ച്, അതിട്ട് കളിക്കലെന്ന് പറഞ്ഞു. ആവശ്യമുള്ള സാധനം അതങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ പേടിച്ചവിടെ ഇരിക്കുക. പപ്പ വന്നാൽ അടി കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ മോൻ ഈ കുസൃതി ചെയ്തു. ഞാൻ ദിവസങ്ങൾ പലയിടത്തും അലഞ്ഞിട്ട് യോഗം കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവന് വേണ്ട സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കഴിക്കാനുള്ളതുണ്ട്, കളിക്കാനുള്ളതുണ്ട്, ആസ്വദിക്കാനുള്ളതൊക്കെ മേടിച്ചോണ്ടാ ചെല്ലുന്നത്. അപ്പോഴൊക്കെ അവൻ്റെ ചേച്ചിമാർ പറയാ, പപ്പ അവർ നിനക്കിട്ട് കിട്ടുക, അതിനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ഇന്നാളത്തെ പറയും ഇത് ഞാൻ ചെയ്യുക, ഇങ്ങനെ പറഞ്ഞ് ഇവൻ്റെ മണ്ടയിലേക്ക് ഇതെല്ലാം കുത്തി നോവിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇയാൾ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ പേടിയാണ്. ഞാൻ ചെല്ലിട്ട് പെമ്പിള്ളേർ 2 പേര് വരിക. എനിക്ക് 3 മക്കളാ, 2 പേര് വരിക. പക്ഷേ ഇളയ മോൻ വരുന്നില്ല. നേരത്തെ കുഞ്ഞെന്തി അവിടെ ഉണ്ട്, വാ വന്നാട്ടെ. വരുന്നില്ല. വന്നാട്ടെ മോനിങ്ങി വാ. വന്നപ്പോഴേക്ക് മറ്റുള്ളവരോട് ഞാൻ ചോദിച്ചു, എന്തിയാ കുഞ്ഞു മിണ്ടാത്ത? അപ്പോൾ അവൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ്റെ അമ്മ പറയാ, അതൊന്നും പറയാനുള്ള സമയമല്ല, പപ്പ ചായ കുടിക്കട്ടെ, ചായ കൊടുത്ത് നിങ്ങൾ പൊക്കകത്ത്. ഞാൻ കുഞ്ഞിനെ വിളിച്ചു. കുഞ്ഞിനെന്ത് പറ്റി? മിണ്ടുന്നില്ല. മിണ്ടാതെ നിന്നിട്ട് ഒറ്റ കരച്ചിലാണ്. ചോദിച്ചപ്പോൾ ഈ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞങ്ങ് പറ. അവനല്ല പറയുന്നത്, അമ്മ പറയാ, അതവൻ കളിച്ച വഴിക്കുക ഫ്ലാസ്ക് അങ്ങ് പോയി. അടുത്തത് അവൻ പ്രതീക്ഷിക്കുന്ന ഒരു അടിയാണ്. പക്ഷേ 2 മാസം കുഞ്ഞിനെ കാണാതെ ഗൾഫിൽ പോയിട്ട് വന്നാൽ, അല്ലെ ബാംഗ്ലൂർ യോഗത്തിന് പോയിട്ട് വന്നാൽ, 1 മാസം കാണാതിരുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഫ്ലാസ്കിൻ്റെ വില ഞാൻ ഓർക്കുമോ? ഞാൻ അടുത്ത് വിളിച്ചിട്ട് പോട്ടെ, അതാണ് കാര്യം, പപ്പ വേറെ മേടിക്കാമല്ലോ, ഇങ്ങോട്ട് വന്നാട്ടെ. അപ്പോൾ അതേ വീണ്ടും അടുത്ത കരച്ചിൽ. ആ കരച്ചിലിൽ ഒരാശ്വാസമുണ്ട്. സ്വർഗത്തിലെ അപ്പൻ ഇതുപോലെ നമ്മളോട് ചെയ്ത് അടി തരണ്ട നമുക്കിട്ട്. കനത്ത നഷ്ടമാണ് ഞാൻ ചെയ്തു വെച്ചേ. കനത്ത നഷ്ടം ചെയ്തു വെച്ചപ്പോൾ എന്നെ അരികിലേക്ക് വിളിച്ചിട്ട് പറയാ, പോട്ടെ സാരമില്ല നീ. അപ്പോൾ എനിക്ക് മെറ്റനോയ്യ സംഭവിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ട് കിട്ടിയത് രക്ഷയുടെ ഉറപ്പ്. പിടികിട്ടിയോ? അപ്പോൾ ചേച്ചിമാരപ്പുറത്തോണ്ട് ഇങ്ങനെയൊന്നും കാണിച്ചാൽ പിന്നെ അടക്കില്ല. അവൻ എന്നോട് ഒട്ടി നിന്നിട്ട് പറയുക, എടീ ഉത്തരവാദിത്വമുള്ളവൻ, ക്ഷമിക്കാൻ അധികാരമുള്ളവൻ, സെറ്റിൽ ചെയ്യാൻ കഴിയുന്നവൻ, ഇതുപോലെ പല ഫ്ലാസ്ക് മേടിക്കാൻ ശേഷിയുള്ളവൻ എന്നോട് പറയുക, പേടിക്കണ്ട, ഞാൻ ഏറ്റു, ഇതാണ് രക്ഷ. പിടികിട്ടിയോ? പക്ഷെങ്കിൽ എൻ്റെ അപ്പന് ഞാനൊരു നഷ്ടം വരുത്തി എന്ന എൻ്റെ ബോധത്താൽ ആ ക്ഷമ എനിക്ക് തന്ന ഒരു സുഖമില്ലേ? പിടികിട്ടിയോ? മനസ്സിലായോ പറഞ്ഞേ? അപ്പം ഞാൻ അപ്പന് വരുത്തിയ നഷ്ടം, ആ നഷ്ടം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ കുറ്റബോധം അവൻ പരിഹരിച്ചത് തല്ലു തന്നല്ല, പിന്നെ എങ്ങനെയാ? തഴി ആശ്വസിപ്പിച്ച് അതൊന്നും സാരമില്ല. എനിക്ക് പിന്നെ ആയുസിൽ തോന്നേണ്ട ഒരു കാര്യമുണ്ട്, അപ്പന് വിഷമം വരുന്ന ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതാണ് അനുദിന ജീവിതത്തിൻ്റെ രക്ഷ. മനസ്സിലായല്ലോ അത്? അപ്പം രക്ഷ ഒരിക്കൽ സംഭവിച്ചു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. മാനസാന്തരം എപ്പോഴും വേണ്ടതാണ്. പിന്നെ ഒരു ദിവസം നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന്, ശരീരത്തിൻ്റെ കൂടി വീണ്ടെടുപ്പ് നടക്കുന്നതിൻ്റെ അന്ന് പാപത്തിന് വാഴാനിടവരാത്ത വിധത്തിൽ നമ്മൾ സുരക്ഷിതരാകും. കാരണം നമ്മളെ രാപ്പകൽ കുറ്റം ചുമത്തിയ അപവാദിയെ അവൻ തള്ളിക്കളഞ്ഞു. അപ്പം നമുക്ക് കിട്ടും. ആ നിത്യതയിലാണ് രക്ഷ പൂർത്തീകരിക്കുന്നത്. ഇപ്പം പിടികിട്ടിയത് അതവിടെ നിൽക്കട്ടെ. നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട് ഇങ്ങനെ സ്പീഡിൽ അങ്ങ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരത്താൽ രക്ഷ. പിന്നെന്താ അടുത്ത കാര്യം? ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോവാണ്. സ്നാനമാണ് അടുത്തൊരു കാര്യം. അതിലെന്തിനാ ഈ സ്നാനപ്പെടുന്നത്? നമ്മൾ ഈ സ്നാനം പലപ്പോഴും പറയാറുണ്ട്, ദൈവം 2 കർമ്മങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു, ഒന്ന് സ്നാനവും കർത്തവ്യം. അത് കർമ്മമൊന്നുമല്ല, അങ്ങനൊന്നും പറയരുത്. അത് കർമ്മം കാണും, പക്ഷേ കർമ്മമല്ല അതിലെ പ്രധാനം, റിച്വൽ അല്ല അതിലെ പ്രധാനം. അത് റിച്വൽ വന്നു, ഇപ്പോൾ ഒരു ആചാരം വന്നു, അത് സത്യമാണ്. പക്ഷേ റിച്വലായിട്ട് നമുക്ക് തന്നൊന്നുമല്ല അത്. 2 റിച്വൽ ഇരിക്കട്ടെ, ഒരു സന്തോഷത്തെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന 2 ആചാരമല്ല. എല്ലാവർക്കും ആചാരം ഉണ്ടല്ലോ, നിങ്ങൾക്കും ഇരിക്കട്ടെ 2 ആചാരമൊന്നും തന്നതല്ല. എല്ലാ സഹകാരും ഓരോ ആചാരം നടത്തുക. അപ്പം നിങ്ങൾക്കും ഇരിക്കട്ടെ സഹോദരന്മാരെ 2 ആചാരം എന്ന് പറഞ്ഞ് കർത്താവ് തന്നിട്ട് പോയതല്ല സ്നാനം. എന്തിനാണത്? അപ്പോൾ അത് അതിലൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാനാണോ പദ്ധതി?
മുഴിയുന്നുണ്ട്. എന്നോടൊരാൾ പറഞ്ഞ് ആളുകൾ ഉറങ്ങുമ്പോൾ അവരെ കൊണ്ട് ഒരു ഹല്ലേലൂയ പറയിപ്പിക്കണം. ഞാനൊന്നും വേണ്ട, ഉറങ്ങുന്നവൻ പറയേണ്ടതാണോ ഹല്ലേലൂയ? അങ്ങനെയാണോ ധരിച്ചു വെച്ചേക്കുന്നത്? ബോധമുള്ളവൻ പറയേണ്ടതല്ലേ ഹല്ലേലൂയ? അതെന്തിനാ ഉറങ്ങുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ചെയ്യിക്കരുത്. അങ്ങനെ ചെയ്യിക്കരുത്. നമ്മുടെ ആളുകൾക്ക് കൂടുതലും പറ്റിയത് ഈ ബോധമില്ലാത്തവനെ സുവിശേഷ വിലയ്ക്ക് സമർപ്പിച്ചു. അതാ ഏറ്റവും പറ്റിയ പഠിച്ച റേഡിയോ. ബോധമില്ലാത്തതിനെ പിടിച്ച് ഈ പണിക്ക് ഏൽപ്പിച്ചോ, അതൊക്കെ നമുക്ക് പറ്റിയൊരു പാളിച്ച. പോട്ടെ. അപ്പോൾ എവിടെ നമ്മളെത്തിയേ? സ്നാനം. അപ്പം ഇതെന്താ ഈ സ്നാനം? പലർക്കും അതറിയില്ല. ആക്ച്വലി എ സിമ്പിൾ ഓഫ് ക്ലീൻസിങ് ആണ് സ്നാനം, കുളി. അപ്പം അതിൽ സ്നാനം പണ്ടേ ഉള്ളതാണ്. ക്രിസ്തുവിന് മുമ്പുണ്ട്, യോഹന്നാന് മുമ്പുണ്ട്. എന്തേ കാര്യം പറയാം. ഈ യഹൂദ മതം ലെവിറ്റിക്കൽ പ്യൂരിറ്റി, ലേവ്യ വിശുദ്ധിക്ക്, ലേവ്യ ശുദ്ധീകരണത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന മതമാണെന്ന് നമുക്കറിയാം. അവിടെ സ്ത്രീക്ക് വരാൻ പറ്റിയ അകലം, പുരുഷന് വരാൻ പറ്റിയ അകലം, പുരോഹിതന് എല്ലാം പറ്റിയ ഇടം, ഇങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഒത്തിരി ഉണ്ട്. ശവത്തെ തൊടാൻ പാടില്ല, ശവത്തെ തൊട്ടാൽ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഒരു വിജാതിയൻ യഹൂദമതം സ്വീകരിച്ചു വന്നാൽ അവന് മനസ്സിലാക്കണം, ഇന്നു മുതൽ നീ വന്നിരിക്കുന്നത് ജൽപ്പനം കൊണ്ടോ ചടങ്ങ് കൊണ്ടോ തീരുന്ന ഒരു മതത്തിലേക്കല്ല, ശുദ്ധീകരണമുള്ളൊരു മതത്തിലേക്ക് നീ വന്നിരിക്കുക. ഇവിടെ കുളി നിർബന്ധം, ശരീരശുദ്ധി നിർബന്ധം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നു മുതൽ നീ ഒരു പുതുമനുഷ്യനാകാൻ പോകുകയാണ്. അതുകൊണ്ട് അവനൊന്ന് മുങ്ങും. അല്ലെ വെള്ളം ഏതെങ്കിലും രൂപത്തിൽ അവൻ്റെ ശരീരത്ത് വീഴും. അതിന് ശേഷം യോഹന്നാനിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച പറയാം. യോഹന്നാനിലേക്ക് എത്തുമ്പോൾ സ്നാപകനായി പറഞ്ഞു. യോഹന്നാനും ഏതാനും ആളുകളും പാർത്തത് ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്താണ്. നമ്മൾ ഏൻഗതി ഏനെഗ്ലയും എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. അവിടെയാണ് പാർത്തത്. ഇവർ നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി എപ്പോഴും ധ്യാന ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ട് പുസ്തകച്ചുരുളുമായി കടന്നുപോയി അവിടെ ഇരുന്ന് അങ്ങ് വായിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇഹലോക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം അങ്ങ് ത്യജിച്ചു. മുടി നീട്ടി വളർത്തി എന്ന് പറഞ്ഞാൽ നാസിർ വ്രതം, ഒരുതരം ഭക്തി. അവർക്ക് ദാമ്പത്യ ജീവിതമില്ല, കുടുംബജീവിതമില്ല, മക്കളില്ല, വിവാഹിതരല്ല. ഒരുതരം സന്യാസ ജീവിതം പുരുഷന്മാർ നയിച്ച് മാറി ജീവിച്ചു. ഇവർ താമസിച്ച ആ സ്ഥലത്തിൻ്റെ, ആ മേഖലയുടെ പേര് കുമ്രാൻ എന്നായിരുന്നു. കുമ്രാൻ ഇന്നും ആ സ്ഥലം അവിടെ ഉണ്ട്, ആ പേരിൽ തന്നെ. കുമ്രാനിലെ ഗുഹകളിലൊക്കെ ഇത്തരം സ്നാപകനെ പോലെ നിരവധി ആളുകൾ പാർത്തു. യേശു പോലും അങ്കി, വിലപിടിപ്പുള്ള അങ്കി, അതാ ചീട്ടിടേണ്ടിയൊക്കെ വന്നേ. ചുമ്മാ കിട്ടിയ സാധനം മേടിച്ചിട്ടുണ്ട് പോരുമല്ല. അപ്പോൾ അന്ന് യോഹന്നാൻ ധരിക്കുന്നത് എന്താ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവനം കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്നാപകൻ ആളുകളെ, ഇത്തരം ആളുകൾ. പക്ഷെ സ്നാപകൻ എവിടെ കഴിയാം? പുരോഹിതനായിട്ട് പള്ളിയിൽ കഴിയാം. ആ സുഖസൗകര്യങ്ങൾ ത്യജിച്ചിട്ട് എവിടെ വന്നു? ഒരു ധ്യാന ജീവിതത്തിന് വന്നു. ഇവരെ കാണുമ്പോൾ പൊതുജനങ്ങൾക്ക് വലിയ മതിപ്പായിരുന്നു. അതേപോലെ പ്രവാചകനെന്ന് ജനം ധരിച്ചു അവനെ. അത്ര ബഹുമാനം. അപ്പോൾ ജനജീവിതത്തിൻ്റെ തിരക്കിൽ ഇവരുടെ പഠിപ്പിക്കലും പാട്ടും ഒക്കെ കേൾക്കാൻ ആളുകൾ വന്ന് യോർദാൻ്റെ തീരത്ത് വരും. ഇവരും അവിടെ വരും. അങ്ങനെ സാരോപദേശങ്ങളും വചനമൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കുമ്പോൾ ഇവർക്ക് കുറ്റബോധം തോന്നിയിട്ട് ഇവരുടെ കരത്തിൻ്റെ കീഴിൽ ഇനി ഞാനിതൊന്നും ആവർത്തിക്കില്ല, ഒരു പുതിയ വ്യക്തിയായി ഞാൻ ഇന്നുപോലെ തീരുക, അതിൻ്റെ പ്രതിയായിട്ട് മുങ്ങുമായിരുന്നു. ഉണ്ടല്ലോ, രണ്ടുവിധ കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. ഒന്ന്, വിജാതിയൻ വിശ്വാസം യഹൂദമതം സ്വീകരിക്കുമ്പോൾ. രണ്ട്, സ്നാപകൻ നടത്തിയ മാനസാന്തര സ്നാനം. അത് മിക്കവാറും യഹൂദന്മാർ തന്നെയാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ, ഈ വിജാതിയരെ യഹൂദമതത്തിലേക്ക് ചേർക്കാൻ തൽപരരായിരുന്നു പരീശന്മാർ. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മല കടന്ന് കാടും കടന്ന് പോവാണ് മതത്തിൽ ചേർക്കാൻ. ഇവർ ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ മുക്കുമ്പോൾ ഈ മുങ്ങുന്ന പുള്ളി പറയും, ഇതൊക്കെ ആണെങ്കിൽ എൻ്റെ അപ്പച്ചൻ ആത്മാവുള്ളതാണല്ലോ, പുള്ളി ഇതൊന്നും അറിയാതാണല്ലോ മരിച്ചേ, പുള്ളിക്ക് വേണ്ടി എന്നെ ഒന്നുകൂടെ മുക്കാൻ പറയും. മരിച്ചുപോയ അപ്പച്ചന് വേണ്ടി. മനസ്സിലായോ? അപ്പോൾ ഈ കിട്ടിയ പുള്ളിക്ക്
അതൊരു വിഷയമല്ലേ, എത്ര പേര് എത്ര തവണ വേണേലും പുള്ളി മുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവരിതിങ്ങനെ അങ്ങ് മുക്കും വീണ്ടും. അതാ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. അത് ഒത്തിരി ഉണ്ട്, ആ ടൈപ്പ് സാധനമല്ല. യേശു വന്ന് സ്നാപകൻ്റെ കരങ്ങൾക്ക് കീഴിൽ സ്നാനപ്പെട്ടത് എന്തിനാണ്? മാനസാന്തരത്തിൻ്റെ പ്രകടമായ ഒരു തെളിവായി, ഒരു സാക്ഷ്യമായി, മാതൃകയായി യേശു കാട്ടിത്തന്നിട്ട് നമ്മോട് പറഞ്ഞ് എന്തിനായി സ്നാനപ്പെടാൻ? മാനസാന്തരപ്പെട്ടതിന് പൊതുസമൂഹത്തിൽ കൊടുക്കേണ്ട സാക്ഷ്യത്തിൻ്റെ ആരംഭമാണ് സ്നാനം. ഓക്കെ. അപ്പോൾ അവിടെ എപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം, എപ്പോൾ മാനസാന്തരപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ അന്ന് സ്നാനമായിരുന്നു. ബൈബിളിൽ 2 തവണ വച്ചില്ല. നമ്മളാ ഇവനെ പിടിച്ച് ക്ലാസ് പഠിപ്പിച്ച് ഒരു പരുവാക്കും. കല്യാണത്തിൻ്റെ അന്നത്തെ പ്രസംഗവും സ്നാനത്തിൻ്റെ മുമ്പുള്ള ക്ലാസ്സും ആരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ മുക്കേണ്ട രീതി, മുങ്ങുമ്പോൾ എന്തോ ചെയ്യണം, അത് കഴിഞ്ഞ് അങ്ങനെ കുളിക്കണം, തല തോർത്തണം, ഇതെല്ലാം പറഞ്ഞ് കൊടുക്കുകയാണ്. അതൊക്കെ ആവശ്യമാണ്, പൊക്കോട്ടെ. ഞാനൊരിക്കൽ പറഞ്ഞു, നല്ല വണ്ണമുള്ള ഒരാളിനെ മെലിഞ്ഞൊരാൾ സ്നാനപ്പെടുത്തുമ്പോൾ 2 പേരുടെ മറിഞ്ഞു വീഴാതിരിക്കുക, ഇങ്ങനെ മുക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് എൻ്റെ അടുത്തൊരു അച്ചായൻ ചോദിച്ചു, എടോ താനെന്തോ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയും മുങ്ങിയാൽ പോലെ, മേജർ ഇൻറ്റു വാട്ടറാണ്, അപ്പം മുങ്ങിയാൽ മതി. പുള്ളി പറഞ്ഞ അങ്ങനെയല്ല, ശവം അടക്കുന്നത് എങ്ങനെ? മലർത്തിയാണ്, അങ്ങനല്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കാനാണ് സ്നാനം. അതുകൊണ്ട് ശവം അടക്കുന്ന ഇങ്ങനെ ആയതുകൊണ്ട് ഈ സ്നാനജലം ഒരു ശവക്കുഴിയോടും സ്നാപകൻ ആ കർമ്മം ചെയ്യുന്ന ആളോടും സ്നാനപ്പെടുന്നവൻ ക്രിസ്തു നിമിത്തം മരിക്കുന്ന പാപിയോടും സദൃശപ്പെട്ടിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർക്കുന്ന എങ്ങനെ? ഇങ്ങനെ. അതെല്ലാം ശരിയാണ്, ഞാൻ സമ്മതിച്ചു. ഞാനപ്പോൾ തിരിച്ചെൻ്റെ ന്യായമായൊരു സംശയം, ഇതൊക്കെ ശരിയാണെങ്കിലും ഏത് രാജ്യത്തായി കുഴിയിൽ ഇറങ്ങി നിന്ന് ശവം അടക്കുന്നത്? ഇങ്ങനെ അക്ഷരാർത്ഥം പിടിച്ചല്ലേ? ഇതെല്ലാം ഞാൻ സമ്മതിച്ചു, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. ഈ പറഞ്ഞതിനകത്ത് ഇല്ലോജിക്കലായിട്ട് ഒരു കാര്യമില്ല, 100% വസ്തുതയാണ്. പക്ഷേ ഈ കുഴിയിൽ ഇറങ്ങി നിന്നുള്ള ശവോടൊക്കെ എവിടാ? അപ്പോൾ ഇതെന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് പ്രതീകാത്മകം. പക്ഷെ മുങ്ങണം, അതതിൻ്റെ ഭംഗി. ഇങ്ങനെ അങ്ങ് മുക്കിക്കോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ മുങ്ങാനാണെങ്കിൽ അട്ടലൊടിയുന്ന ഒടിയട്ടെ. ഇപ്പോൾ അതിലും വലിയത് ഈ കർമ്മം ഇങ്ങനെ അനുഷ്ഠിക്കണേ, ഇങ്ങനെ മുക്കിക്കോ, കുഴപ്പമില്ല, ഒക്ക്. പറഞ്ഞു വന്നത്, ഈ സ്നാനം ഒരു ചടങ്ങല്ല, മറിച്ച് രക്ഷാനുഭവമുള്ളവർ ഏറ്റവും അടുത്ത ടൈമിലായി ചെയ്യുന്നു. നമ്മളിതിൻ്റെ അകല വിട്ടു. എന്നിട്ട് പറയുന്നു, അവൻ വിശ്വാസത്തിൽ ഉറയ്ക്കണോ ഉറയ്ക്കാതെ മുങ്ങരുത്. ഇവൻ വിശ്വാസത്തിൽ ഉറയ്ക്കോ ഇല്ലയോ നമ്മളാണോ തീരുമാനിക്കുന്നത്? ഈ ക്ലാസ് പഠിച്ചവൻ വിശ്വാസത്തിൽ ഉറയ്ക്കുമെന്ന് തെളിവെന്താ? കാരണം ഞാൻ കണ്ടു MTHകാർ പലരും ഹോട്ടലിൽ പണിയെടുക്കുക ഇപ്പോൾ കേരളത്തിൽ. പിടിയോ, മാസ്റ്റർ ഓഫ് തിയോളജി കഴിഞ്ഞിട്ട് ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുക പല കടകളിലും. വിശ്വാസത്തിൽ ഉറച്ചവനും വലിയ കക്ഷികളുമൊക്കെ പിന്മാറി തിരിച്ചു പോയൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരാൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ക്ലാസ് പഠിച്ചുകൊണ്ടല്ല, അറിവിൻ്റെ പേരിലല്ല, കൃപയാണ് ഒരുവനെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും അടുത്ത സമയത്ത് സ്നാനപ്പെടുത്തണം. അപ്പോഴാണ് ഒരു പുതിയ ചോദ്യം ഉരുത്തിരിയുന്നത്. എന്നോടൊരാൾ പറഞ്ഞു, ഈ സ്നാനപ്പെടാത്തവർക്ക് അപ്പോൾ വീഞ്ഞ് കൊടുക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചു. ഞങ്ങളവിടുത്തെ എല്ലാവർക്കും കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ച ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വീഞ്ഞല്ലേ, അതെല്ലാവർക്കും കൊടുക്കണം. കർത്തൃമേശയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, വ്യത്യാസമാണ്. അവൻ കയ്യിലെ കാശ് കൊടുത്തു, അപ്പം വീഞ്ഞും മേടിച്ച് നാട്ടുകാർക്ക് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എന്താ കുറ്റം പറയാതിരിക്കുന്നത്? അവനതിന് മനസ്സുണ്ടാവും, പൊറോട്ട ഇറച്ചിയും മേടിച്ച് കൊടുക്കട്ടെ, അതിന് എന്തിനാ അപ്പം വീഞ്ഞാക്കുന്നത്? പിടി കിട്ടിയോ? അവനത് ചെയ്യട്ടെ, ഇപ്പം നമ്മൾ അതേക്കുറിച്ച് ഇറക്കിക്കണ്ട. അപ്പവും വീഞ്ഞും ആണെങ്കിൽ അവൻ കാക്കയ്ക്കും കൊടുക്കട്ടെ, കന്നാലിക്കും കൊടുക്കട്ടെ. അപ്പോൾ പൊറോട്ടയും കൊണ്ട് പോയിട്ട് പറയട്ടെ, നീ എൻ്റെ ശരീരമാകുന്നു. നമുക്കൊന്നും വിഷയമല്ല. വചനം കണ്ടതല്ല, സ്നാനപ്പെട്ടവരാണ് ഇത് കഴിച്ചത്. നിങ്ങൾ ചോദ്യം വരുവാണെങ്കിൽ ഞാൻ ഉത്തരം കൃത്യം തരാം. പോട്ടെ, കണക്റ്റഡായിട്ട് ഞാനതങ്ങ് പറഞ്ഞു ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. ഇപ്പം തിരുമേശ, ഈ തിരുമേശ അങ്ങനെ സ്നാനപ്പെട്ടതുപോലെ തന്നെ യോഗ്യതയല്ല കഴിക്കാൻ. കഴിക്കാനുള്ള യോഗ്യത എന്താ പറയുന്നത്? ഓരോരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. അതാണ് പ്രധാന യോഗ്യത. പക്ഷേ ബൈബിളിൽ കണ്ടതല്ല. സ്നാനം കഴിഞ്ഞവനെയാണ് സഭയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചത്.
വിശ്വസിച്ചവരുടെ കൂട്ടമല്ല. അവരെ നമ്മൾ കണ്ടതെങ്ങനെയാ? 3000 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, സഭയോട് ചേർന്നു. ഓക്കെ, അവരനുഷ്ഠിച്ച ആ ക്രിസ്തുവിലൊന്നാ എന്ന് സ്ഥിരീകരിക്കുന്ന ആത്മീയ ഐക്യതയുടെ പ്രദർശനമാണ് തിരുമേശ. 2, കർത്താവ് വരുവോളം അനുഷ്ഠിക്കേണ്ട അനുഭവമാണത്. അപ്പോൾ ഈ കർത്തൃമേശ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്താൽ വ്യത്യസ്തരായ നാം ഒന്നായിത്തീരുന്ന അനുഭവമാണ് തിരുമേശ തരുന്ന സിംബോളിക്കലായ മീനിങ്. അതൊക്കെ നമുക്കറിയാം. ഞാൻ സംശയം വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞോളാം. അടുത്തൊരു കാര്യം ആത്മനിറവാണ്. ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. ആത്മനിറം, ഈ പരിശുദ്ധാത്മ സ്നാനം, അത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനം ഒരിക്കൽ സംഭവിക്കേണ്ടത് സ്നാനം, ആത്മനിറവ് എപ്പോഴും സംഭവിക്കേണ്ടതുമാണ്. ഓക്കെ, ആത്മസ്നാനം ഒരിക്കൽ, ആത്മസ്നാനവും ആത്മാഭിഷേകവും ഒന്നൊന്ന് പറയാം, തെറ്റല്ല. പക്ഷെ ആത്മനിറവ് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ആത്മസ്നാനം ഒരിക്കലാ, അത് തന്നെ ആത്മാഭിഷേകം, സംശയിക്കേണ്ട. ആത്മനിറവ് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്, അത് ആവർത്തിക്കേണ്ടതാണ്. ഇത് ഒരിക്കലേ ഉള്ളൂ. അപ്പം അതിൽ ആത്മനിറവ് വന്ന ഇടങ്ങളിലെല്ലാം, മഹാഭൂരിപക്ഷം ഇടങ്ങളിലും അതിനൊരു പ്രകടനമുണ്ടായിരുന്നു. വ്യക്തമാക്കാം. അവർക്ക് പരിശുദ്ധാത്മാവിൽ ലഭിച്ചത് ശിമോൻ കണ്ടാറെ ദ്രവ്യം കൊണ്ടുവന്നു. അപ്പം കാണാൻ പാകത്തിന് എന്തോ ഉണ്ടല്ലോ, ഒരടയാളമുണ്ടല്ലോ. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറേ. അപ്പോൾ കാണാൻ ചിലതുണ്ട്. ആ കാണാനുള്ളത് ജനമാത്മാവിൽ ആരാധിക്കുന്ന സന്ദർഭത്തിൽ ഇതുവരെ കണ്ട പാട്ടിൽ, ഇതുവരെ കണ്ട ആരാധനയിൽ വിഭിന്നമായി ഒരു ശക്തിയിൽ വിലയം പ്രാപിച്ച് അവർ നടത്തിയ അന്യഭാഷാ ഭാഷണമാണ്. അത് വളരെ തെളിവാണ്. അന്യഭാഷയെക്കുറിച്ച് ഒത്തിരി നമ്മുടെ ഡിസ്കഷൻ ഉണ്ട്. അത് നമുക്ക് യഥോചിതം പറയാം. ഇത് മാത്രം കൊണ്ട് തീർന്നില്ല. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മ പറഞ്ഞാൽ കേവലം കർത്തൃമേശ എടുത്ത് മാത്രം പിരികല്ല. അതൊരു ആത്മനടത്തിപ്പിൻ്റെ ഒരേ ബോധ്യമുള്ള, ആത്മാവിൻ്റെ ഐക്യതയുള്ള ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ്, സഹകരണമാണ്, ആത്മീക സഹവർത്തിത്വമാണ്. തദനന്തരം അവിടെ ഉപദേശമുണ്ട്. ഉപദേശമാണ് പ്രധാനം. ആ ഉപദേശത്തിൽ എന്തൊക്കെ വരണം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വരണം. ഇവിടെ പറ്റിയൊരു വലിയ പാളിച്ച എന്ന് പറയുന്നത്, നമ്മുടെ സഭകളിൽ ഇന്ന് പറ്റിയൊരു പാളിച്ച, ഒരു 10-25 കൊല്ലം മുമ്പ് വരെ നമ്മുടെ സഭകളിൽ പാസ്റ്റർമാർ മാത്രമല്ല, മുതിർന്ന പിതാക്കന്മാർക്ക് പ്രബോധനത്തിന് അവസരം ഉണ്ടാകും. ഇനിയിപ്പോൾ അതില്ല, അവർ പറയുന്നുമില്ല. അപ്പച്ചന്മാർ അന്ന് പറഞ്ഞതിലൊക്കെ നമുക്ക് വിരോധമുണ്ടായിരുന്നെങ്കിലും ആ കഠിന ശാസനകളൊക്കെ നമ്മെ മോൾഡ് ചെയ്യുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചേ. തന്നെല്ലാം അവിടെ ഇരിക്കുന്ന പാസ്റ്റർ പ്രിപ്പയർ ചെയ്തേ വരുള്ളൂ, അല്ലേ? കാരണം അപ്പച്ചൻ വിവരക്കേട് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കണ്ടുപിടിക്കുമായിരുന്നു. അത് വചനം അറിയുന്ന അമ്മച്ചിമാരുണ്ടായിരുന്നു. പാസ്റ്റർ അതങ്ങനല്ല പറയേണ്ട, വാക്യം തെറ്റിപ്പോയി. ഇന്നിതെല്ലാം മാറിയിട്ട് സഭായോഗമല്ല, യാന്ത്രികതയ്ക്ക് വഴി മാറിയിട്ട് എന്തോ ഒരു വലിയ സംഭവം വേറെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് പാട്ട് പാടണ്ട, സാക്ഷി വേണ്ട, പ്രബോധനം വേണ്ട, ഏതാണ്ട് ഭയപ്പെടുത്തിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകണം, ഏതാണ്ട് വലിയ സംഭവം. എന്തോ ചെയ്യാനിരിക്കുന്നു? സാക്ഷി പറഞ്ഞാലുള്ള കുഴപ്പമെന്താ? ഒരാൾ പാട്ട് പാടിയാലുള്ള കുഴപ്പമെന്താ? ഇത് പിന്നെ എവിടെ പോയാൽ പാടുന്നത്? ചുരുക്കത്തിൽ ഇതല്ല, ഒരു 1 മാൻ ഷോയിലേക്ക് നമ്മൾ പതുക്കെ മാറി, പതുക്കെ ഇങ്ങ് മാറുകയാണ്. അപ്പോൾ ഈ പാരമ്പര്യപ്പാടെ കൊണ്ടുപോകണമെന്നല്ല പറയുന്നത്, പാരമ്പര്യ മൂല്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. വാല്യൂസ്, ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട്, കൺസർവേറ്റീവ് വാല്യൂസ് ഉണ്ട്. പാരമ്പര്യത്തിൻ്റെ തിന്മയുണ്ടോ അത് പണ്ടേ കളഞ്ഞേക്കണം, ഒരു കുഴപ്പമില്ല, അത് പണ്ടേ കളയണം, അതിനോട് പോരാടണം. പക്ഷേ ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസ് നിലനിർത്തണം. അപ്പോൾ ഉപദേശം വേണം, അപ്പോസ്തലിക ഉപദേശം. അതുകൂടാതെ ഈ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. ഞാൻ ഇലാബറേറ്റ് ചെയ്തങ്ങ് പറയുകയാണ്, സമഗ്രമായിട്ടൊരു കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നിട്ട് പറയുകയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോന്നും പറയാം. കാരണം ഇതേക്കുറിച്ചൊക്കെ ഗ്രാഹ്യമുള്ള ദിവാസന്മാരും സൗകര്യങ്ങളും അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ
യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുന്ന ഇടത്ത് ഇന്നിപ്പോൾ നമ്മൾ വന്ന് നരകമില്ല എന്ന പഠിപ്പിക്കലിലേക്ക് എത്തിക്കഴിഞ്ഞു. ആൾക്കാർ കൊണ്ടുവരികയാണ്. അതുപോലെ നരകമില്ല എന്ന് മാത്രമല്ല, പുതിയ പഠിപ്പിക്കൽ എല്ലാവരും ദൈവമനുഷ്യരാണ്, എല്ലാവർക്കും രക്ഷയുണ്ട് ഇത്യാദി പഠിപ്പിക്കലിലേക്കൊക്കെ തല തിരിഞ്ഞു പോവാണ്. അപ്പം നമുക്ക് എന്താ ഈ പറ്റിയേ? ഈ സെമിനാറിൽ ഈ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന നമുക്കെല്ലാം അതിൽ വേണ്ടത് വേറെ ഒന്നും പഠിക്കേണ്ട, തിരുവെഴുത്തുകളിൽ നമുക്ക് പ്രാവീണ്യമുണ്ടായിരിക്കണം. അപ്പോൾ തിരുവെഴുത്തിൽ തെറ്റിപ്പോകുന്ന ഇടത്ത് നമ്മൾ മൊത്തം തെറ്റിയാണ്. അതുകൊണ്ട് വചനം അങ്ങനെ തന്നെ ഒന്ന് ശോധന ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. അപ്പോൾ നമുക്കിന്ന് ധാരാളം ഭീഷണികൾ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ത്രെറ്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് അവസരം തരികയാണ് ചോദ്യങ്ങൾക്ക്. ചോദ്യം ഏത് ഭാഗം കുഴപ്പമില്ല, എല്ലാം പറയാൻ ഞാൻ പണ്ഡിതനായിട്ട് അങ്ങനൊന്നുമല്ല, അങ്ങനത്തെ സംഭവമില്ല. മറിച്ച് ചില ചോദ്യങ്ങൾ പുതുതായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്, അത് പഠിക്കാനൊരു അവസരം കൂടെ എനിക്കും ആകും. അതാണ് കാര്യം. കണ്ടു പറയട്ടെ, നമ്മുടെ കുട്ടികൾ വിശേഷിച്ച് പെൺകുട്ടികൾ, ഞാനിങ്ങോട്ട് പോരുമ്പോൾ വളരെ 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 വേദനിക്കുന്ന ഒരു വാർത്ത കേട്ടിട്ട് പോരുകയാണ്. ഞാനത് മൊത്തം പറയില്ല, ആളിനെയും പറയില്ല. ഞങ്ങൾക്കൊക്കെ കൂടെയുള്ളൊരു സഹപ്രവർത്തകൻ സുവിശേഷ ഘോഷണത്തിൽ എന്നെക്കാൾ ഒത്തിരി സീനിയറാണ്. അവരെ ഒരു മകള്, ആ മകള് ഒരു മുസ്ലിമിനെ സ്വീകരിച്ച് അവിടെ വഴിക്ക് പോയി. ഒറ്റ മോള്, ആൺകുട്ടികളുണ്ട്. വളരെ ദുഃഖിതനായിട്ട് അദ്ദേഹം കഴിയാണ്. അപ്പോൾ ഉപദേശം തറപ്പിച്ച് പറഞ്ഞ് സ്ഥിരീകരിച്ച് പോകുന്ന പ്രസംഗകരാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു വലിയ പ്രശ്നം, ഇസ്ലാമിലേക്ക് പോകാനുള്ളൊരു ത്വര നമ്മുടെ കുട്ടികളിലുണ്ടാകും. ഇംഗ്ലണ്ടിലുമൊക്കെ മറ്റും ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ വിൽപ്പനക്കിട്ടിരിക്കുന്നു. പെന്തക്കോസ്ത് അത്രയും ശക്തമല്ല അവിടെ ആ കാര്യത്തിൽ. ഇതേപോലെ പുരുഷന്മാർ, ആൺകുട്ടികൾ പെട്ടെന്ന് യുക്തിവാദത്തിലേക്ക് വഴിമാറുന്നു. എത്തിസം ശക്തിപ്പെടുന്നു, വലിയൊരു മൂവ്മെൻ്റായിട്ട് അത് മാറുന്നു. അതുപോലെ തന്നെ ലാഘവബുദ്ധിയോടെ പുതിയ പ്രവണതകളെ കാണാൻ അവസരം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ മറ്റേ സ്വവർഗരതി ലെജിസ്ലേറ്റ് ചെയ്ത ആ സമയത്താണ് കേരളത്തിൽ പ്രളയം വരുന്നത്. അപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ ഞാൻ നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിലിപ്പി തോമസ് സാറുണ്ട്, ഞാനുണ്ട്, വേറെ 1-2 പേരുണ്ട്. അപ്പം ഈ പ്രളയം വന്നത് നന്നായി എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ പ്രളയം വരുന്നതിൻ്റെ മുമ്പാണ് ഈ വിധി വരുന്നത്. ഇല്ലേ നമ്മുടെ യൂത്ത് ക്യാമ്പിലല്ല, ഇതൊരു ചർച്ചയ്ക്ക് വരും. ചർച്ചയ്ക്ക് വന്ന് വിവരമില്ലാത്തതിനെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ മറ്റേ ശരിയാന്ന് പറഞ്ഞ് അംഗീകരിച്ച് പോകും പിള്ളേർ. പിടികിട്ടിയോ? കൈകാര്യം ചെയ്ത് പാളിപ്പോയി കഴിഞ്ഞാൽ, കാരണം കറക്റ്റ് ഈ കാലിക സംഭവം എടുത്തിടുകയും ചെയ്യും. അപ്പുറത്തൊരു വിഭാഗം പറഞ്ഞിട്ട് അതിൽ ഇപ്പുറത്ത് നിൽക്കുന്നതിന് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല, കളി മാറും. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ക്യാമ്പെല്ലാം മാറ്റി വെച്ചാൽ നന്നായി ഈ സമയത്ത്, അതങ്ങ് പോയല്ലോ, തീർന്നു കിട്ടിയില്ല. അപ്പോൾ എന്തേ പറയാൻ കാരണം, ഇതുപോലും ശരിയെന്ന് വാദിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഇതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരിക. അപ്പോൾ അതിൽ കാണേണ്ട കാര്യം പൗലോസ് പറഞ്ഞത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ടാക്സി പിടിച്ച് ദൂരേന്ന് വരുമെന്നല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കുമെന്ന്. പുറത്തുനിന്ന് വരുമെന്നല്ല പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സഭായോഗമോ സഭയോ നശിപ്പിക്കുന്ന ആൾ ഒരിക്കലും പുറത്തുനിന്ന് വരുന്നവനല്ല. ഒരു സഭായോ കുഴപ്പമെന്നാരാ, സഭയോ വന്നിരിക്കുന്നവനല്ല, വീട്ടിൽ കിടന്നുറങ്ങുന്നവനല്ല, സഭയിൽ ഇരിക്കുന്നവനാണ് അന്നത് നശിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ പാകത്തിന് ഇത്രയും ത്രഷ്ടുകൾ പുറത്തുനിന്നും അകത്തുനിന്നും എല്ലാം വരികയാണ്. ഇവിടെ നമുക്ക് ജാഗ്രത വേണം. അതുകൊണ്ട് ഈ ടോപ്പിക്ക് അത്യന്തം അനിവാര്യമായ ഒന്ന് തന്നെയാണ്. ഞാൻ നീണ്ട ഒരു ക്ലാസ്സിലേക്ക് പോകുന്നില്ല, ആവശ്യമെങ്കിൽ അത് പിന്നെ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ചോദ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, തദനന്തരം അടുത്തിലേക്ക് പോകാം. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് എടുക്കാം. സ്നാനം സംബന്ധിച്ച്, ട്രിനിറ്റി സംബന്ധിച്ച്, വണ്ണസ്, അത് സാധനത്തിൻ്റെ നാമം സംബന്ധിച്ച് ഈ നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം, അതായിരിക്കും യുക്തമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആത്മനിറവിനെക്കുറിച്ച്, യുക്തിവാദത്തെക്കുറിച്ച്, ഇതൊക്കെ ആകാം. കേവലം നമ്മൾ 7 ഡോക്ടർ മാത്രം പറയേണ്ടതില്ല, കാരണം ചെറുപ്പക്കാരും ഉണ്ട്, അവർക്കൂടെ പറയപ്പെടുന്ന ചോദ്യങ്ങളാകാം. ട്രിനിറ്റിയോ? റിലേറ്റഡ് ക്വസ്റ്റ്യനോട് വരട്ടെ, ഞാൻ അവസാനം പറയുന്നതായിരിക്കുന്നില്ല. അപ്പോൾ ഒരേ കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻ ഒരുമിച്ച് കൈകാര്യം ചെയ്യല്ലോ.
അതാ ഞാൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. ഇനി അടുത്ത പറയാം. ചോദിച്ചു. ആ ആ ഓരോന്നും ഘടകട്ട മനസ്സിൽ. ഇനിയും എന്തോ ചോദ്യം അവിടെ? ഇനിയുണ്ടോ ക്വസ്റ്റ്യൻ? എനി ക്വസ്റ്റ്യൻ? ശരി, സിസ്റ്റേഴ്സിന് ഇവർക്കെന്തെങ്കിലും എന്തോ ഇല്ല? ഉണ്ടോ? എനിക്ക് ഈ സഹോദരിമാരെ കുറിച്ച് വലിയൊരു അഭിമാനം തോന്നുന്നു. കാരണം ഇത്ര ശാന്തരായിട്ട് നിങ്ങൾ വീട്ടിലും ഇങ്ങനെ ആയിരിക്കണം, അതേ ഉള്ളൂ. ഞാനിങ്ങനെയുള്ള സ്ത്രീകളെ പൊതുവെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാരണം എനിക്ക് അഭിമാനം തോന്നുന്നു. നമ്മുടെ സഹോദരങ്ങളാണല്ലോ അവർ. ശരി, അപ്പം ആ അവിടെ ഒരു ചോദ്യം വരും. അപ്പം ഇവിടെ മോളെ തുടങ്ങാം, അതായിരിക്കും നല്ലത്. സാറ് പറഞ്ഞാൽ ഇനി ഉണ്ടെന്ന് തുടങ്ങാം. മൈക്ക് വേണ്ട, എനിക്ക് ഇവിടെ ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം ഇനി പറയുന്ന കാര്യം. ഇനി ഉത്തരത്തിലേക്ക് വരുന്നത് മറ്റൊരു വഴി കൂടെ ആയിരിക്കും നമുക്ക് ഗ്രഹിക്കാനാണ്. ആദ്യം തന്നെ ഒരു മുൻവിധി സെറ്റ് ചെയ്തുകൊണ്ട് കേൾക്കരുത്. നമ്മൾ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ്. കർത്താവ് സ്വർഗ രാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ തലമുറയുടെ കാര്യത്തിലേക്കാണ് വരുന്നത്. കർത്താവ് പറഞ്ഞത് ഇതിനോടനുബന്ധിച്ചുള്ളൊരു കാര്യം, സ്വർഗരാജ്യം ശക്തിയോടെ വരുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അന്ന് ഇരുന്ന സകല അപ്പോസ്തലന്മാരും മരിച്ചു. സ്വർഗം ഇതുവരെ വന്നില്ല. അതെങ്ങനെ നോക്കും? അടുത്തത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ യോഹന്നാൻ. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ യോഹന്നാനേക്കാൾ. അപ്പം യോഹന്നാൻ സ്വർഗത്തിലുണ്ടോ? സ്വർഗരാജ്യത്തിലുണ്ടോ? കാരണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ ഞാനാന്ന് കൂട്ടിക്കും. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ ഞാനാ. ഞാൻ യോഹന്നാനേക്കാൾ വലിയവൻ. പിന്നെ എവിടെ ഉള്ളിയിരിക്കുന്നത്? യോഹന്നാൻ നരകത്തിൽ പോവും. കർത്താവിന് വേണ്ടി തലപോയ മനുഷ്യൻ അതുമില്ല. ആദ്യം മനസ്സിലാക്കുക, സ്വർഗം, സ്വർഗരാജ്യം എന്നിവ പറഞ്ഞത് രണ്ടർത്ഥത്തിലാണ്, ഒരർത്ഥമല്ല. സ്വർഗമല്ല സ്വർഗരാജ്യം. എന്താ ഈ ഉപദേശി പറയുന്നത്? ഇന്ത്യ വേറെ, ഇന്ത്യ മഹാരാജ്യം വേറെ ആവും? അത് വേറെ ആകത്തില്ല. പക്ഷെ സ്വർഗം വേറെ, സ്വർഗരാജ്യം വേറെ. സ്വർഗരാജ്യം ബെസേലിയോൺ
ബസേലിയോൺ അതാണ് സ്വർഗരാജ്യത്തിൻ്റെ ഗ്രീക്ക്. ബസേലിയോസ് അതാണ് രാജാവ്. യേശുവിനോട് ചോദിക്കുക, ഒഹൈമി ബസേലിയൂസ്, നീ രാജാവാകുന്നുവോ? അപ്പോൾ എന്താണ് ഈ സ്വർഗരാജ്യം? കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട സ്വർഗത്തിൽ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. കാരണം എന്താ? ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന ഭക്ഷിക്കാൻ കൊടുക്കും, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. അവിടെ കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് കൊണ്ടുപോകും. വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയാണ് സ്വർഗരാജ്യം ഭക്ഷണം. ഇവിടെ പറയാണ് സ്വർഗരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. ഇതൊരു വിഷയത്തിലേക്ക് തന്നെ വരാം. ആദ്യം മനസ്സിലാക്കുക, മത്തായി മാത്രമാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞു. ബാക്കി മൂന്നാളുകൾ എന്ത് പറഞ്ഞു? ദൈവരാജ്യം. അതൊന്നു തന്നെയാണ്. കാരണം ജൂതനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു എഴുത്ത് സമീപനമുണ്ട്. അവൻ കഴിവതും ദൈവം എന്ന് പറയില്ല. എന്താ? നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. പകരം ദൈവത്തെ അവൻ വിളിക്കാൻ വീര്യം കുറഞ്ഞൊരു പദമുണ്ട്, അഡോണായി. അർത്ഥം എന്താ? മാസ്റ്റർ, ഗുരു, കർത്താവി. അപ്പം ഈ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അവരെഴുതിയത് ഗ്രീക്കുകാർക്കും റോമക്കാർക്കും ഒക്കെ എഴുതിയ സുവിശേഷ. മത്തായിയുടെ വായനക്കാർ യഹൂദന്മാരാണ്. അവരോട് പച്ചയ്ക്ക് ദൈവം എന്ന് പറയാനുള്ളൊരു മടി കൊണ്ട് സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് ദൈവരാജ്യം തന്നെ. അതിന് നമുക്ക് വലിയ തർക്കം വരത്തില്ല. സ്വർഗരാജ്യം തന്നെ ദൈവരാജ്യം. പക്ഷെ ആ സ്വർഗരാജ്യത്തിൽ യോഹന്നാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല, ഒരു കാരണവശാലും ഇല്ല. അപ്പോൾ യോഹന്നാൻ നരകത്തിൽ പോകുമോ? അതില്ല. ഭക്തനായ ആ മനുഷ്യൻ നരകത്തിൽ പോവില്ല. ഇത് രണ്ടുമല്ലാതൊരു സ്ഥലമുണ്ടോ? പറയാം. ഈ സ്വർഗരാജ്യം എന്തല്ല എന്ന് പറഞ്ഞ കർത്താവ് എന്താണെന്ന് പറഞ്ഞു. സ്വർഗരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, മറിച്ച് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുള്ള ആ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ബലാൽക്കാരികൾ ബലാൽക്കാരേണ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. ദൈവം പറഞ്ഞു. അപ്പം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ളതും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നതുമായ ആ സ്വർഗരാജ്യം ആക്ച്വലി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ്. എന്ന് വെച്ചാൽ ചർച്ച്, ദൈവത്തിൻ്റെ സഭ. ആ സഭയിൽ സ്നാപകനില്ല. കാരണം ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. സ്നാപകൻ മാത്രമല്ല, ദാവീദില്ല, യെശയ്യാവില്ല, ഇരമ്യാവില്ല, പഴയ നിയമ വിശുദ്ധന്മാരാരുമില്ല ചർച്ചിൽ. കാരണം അത് മണവാളൻ്റെ റിലേറ്റീവാണ്. മണവാട്ടി സഭയല്ല. മണവാട്ടി സഭയാകുന്ന സ്വർഗരാജ്യം ശക്തിയോടെ വന്നു. ആക്ട്സ് ചാപ്റ്റർ 2. അന്ന് മരണം ആസ്വദിക്കാത്തവർ അതിനകത്ത് കയറി. 12 പേരും യൂദ ഒഴിച്ചുള്ള 11 പേരും അതിനകത്ത് കയറി. മനസ്സിലായോ? നെക്സ്റ്റ്, ഈ മരണം ആസ്വദിക്കാത്തവർ അതിലേക്ക് കയറിയപ്പോൾ അതിലൊരു ക്രമം ഉണ്ടാകും. ആ ക്രമം നമ്മൾ മുമ്പ് രക്ഷാനുഭവം, സ്നാനം, ആത്മനിർവം, അല്ല അന്യഭാഷ. ഇങ്ങനെയാണ് ആ ക്രമം. ഇന്നും അങ്ങനെ അതിൻ്റെ ഒരു ക്രമം. പക്ഷെ അപൂർവം ചില ഘട്ടങ്ങളിൽ ഈ ക്രമം തെറ്റി രക്ഷിക്കപ്പെടുന്നവൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് അന്യഭാഷ കിട്ടുന്ന അനുഭവമില്ലേ? ക്രമം തെറ്റാറുണ്ട്. ഇങ്ങനെ ശമര്യർ ക്രമം തെറ്റിച്ചു. അവർ സുവിശേഷം കേട്ടു, അന്യഭാഷകളിൽ ആരാധിക്കുന്ന കണ്ടപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, ഇവരെ ഇനി വെള്ളം വിലക്കാൻ നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക്. അപ്പം സ്വർഗരാജ്യത്തിൽ ഇതുവരെ കടക്കാനുള്ള ന്യായമായ വഴി മാറ്റി സന്തോഷം കാരണം പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറിയവരെ കണ്ടാണ് പറഞ്ഞത് ബലാൽക്കാരെയാണ് ബലാൽക്കാരികൾ ഇതിനകത്ത് കിടക്കും. മലയാള പരിഭാഷയുടെ പ്രശ്നം. സന്തോഷം കൊണ്ട് ഇനി കയറിയതാണ്. അതിൽ സ്നാപകനില്ല. ആ തലമുറ കയറി. എന്നാൽ ഈ സ്വർഗരാജ്യം ഒരിക്കൽ നിത്യതയിലാകുമ്പോൾ
അവിടെ സ്നാപകനുണ്ട്. എവിടാന്നറിയണ്ടേ? നമ്മുടെ കൂടെ അല്ല, മണവാട്ടി സഭയ്ക്കൊപ്പമല്ല, പഴയ നിയമവിശുദ്ധന്മാർക്കൊപ്പം സ്വർഗത്തിൽ. ഓക്കെ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യമാകും. അതിൽ ഈ 10 കന്യകമാർ എന്ന് പറയുന്ന സഭയല്ല, അത് വേറെ സംഭവമാണ്. അത് പറയാൻ എനിക്കിപ്പോൾ നേരമില്ല, അങ്ങോട്ട് പോയാൽ ഒത്തിരി സമയമെടുക്കും. കാരണം മണവാളൻ ഏകവചനവും മണവാട്ടി ഏകവചനമായിരിക്കണം. പ്രത്യേകിച്ച് കന്യകമാർ ബഹുവചനം കിടക്കുകയാണ്. അത് അവിടുത്തെ ഒരു കല്യാണ രീതിയാണ്. ഒരു കല്യാണത്തിന് 8-10 സ്ത്രീകൾ ഇങ്ങനെ പുറകെ വരുന്നൊരു നടപടിക്രമമുണ്ട് യഹൂദന്മാരുടെ കല്യാണത്തിന്. മനസ്സിലായോ? ബുദ്ധിയുള്ളവർ വിളക്കിൽ എണ്ണയെടുത്തു, ബുദ്ധിയില്ലാത്തവർ എന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം ഇരിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ ബുദ്ധിയില്ലാത്തവർ, അത് വേറൊരു കാര്യം, പോട്ടെ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചതിലേക്ക് വരാം. ഇവിടെ തലമുറ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലെടുക്കണ്ടേ? കല്ലറയിലുള്ളവർ അർത്ഥം മരിച്ചവർ, വക്രതയും കോട്ടവുമുള്ള തലമുറ. അത് ഒരു തലമുറയുടെ തീരുന്നല്ല. ഒരു ജനതയെ, ഒരു ജനറേഷനെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിശേഷിപ്പിക്കുമ്പോൾ പറയുന്ന പദ തലമുറ. അപ്പം അത് ജൂതന്മാരോട് കേന്ദ്രീകരിച്ച് ജൂത സംസ്കാരവുമായി ബന്ധപ്പെട്ട് തലമുറ എന്നൊരൊറ്റ പദം പഠിച്ചാൽ മനസ്സിലാകുക, അത് ഒരു ജനറേഷനല്ല, ഞാനോ എൻ്റെ മകനോ കൂടുന്നൊരു സംഭവമല്ല. മറിച്ച് അന്ന് യേശു ഒലിവുമലയിൽ പ്രവചിച്ച അതേ പ്രവചനം 48 വരെ നിലനിൽക്കത്തക്ക വിധം കണ്ടു. അപ്പോൾ ഈ തലമുറയെക്കുറിച്ചുള്ള പഠനം ജൂതചിന്തയുമായി ബന്ധപ്പെട്ട് ഒരു ജനതയെ മുഴുവൻ കാണണം. ഇടയ്ക്ക് മരിക്കുന്നവരൊന്നുമല്ല, അതിനകത്ത് പ്രശ്നമില്ല. ഒരു വക്രതയും കോട്ടമുള്ള തലമുറയ്ക്കകത്ത് എൻ്റെ ഉത്തരം കിടപ്പുണ്ട്. അന്നേരം കണ്ടതല്ല, അത് ഇന്നും കൊണ്ട് വക്രതയും കോട്ടമുള്ള തലമുറ. അതൊരു കൾച്ചറാണ്, അതൊരു നാഷണാലിറ്റിയാണ്, അതൊരു ദേശീയതയാണ്. സാറ് ചോദിച്ചതിൽ ഉത്തരം കൂടി ഉണ്ടായിരുന്നു. ഉത്തരം ഉള്ളിലുള്ള ആളാണ്, അങ്ങനെ ചോദിച്ചേക്കാം. അപ്പോൾ അങ്ങനെ വേണം അതിനെ കാണാൻ. ഇനി എക്സ്പ്ലനേഷൻ വേണേൽ ഞാൻ പേഴ്സണലി പറയാം. കാര്യം മനസ്സിലായോ? നെക്സ്റ്റ് അവിടെ ചോദിച്ചൊരു ചിന്തയിലേക്ക് വരാം. ഇവിടെ നേരെ അങ്ങോട്ട് വന്നത് ഞാൻ ദൈവരാജ്യം ഒന്ന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ്. ബ്രദർ ചോദിച്ചതിലേക്ക് വരാം. ട്രിനിറ്റി ആദ്യം മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ട്രിനിറ്റി? ഈ ട്രിനിറ്റി എന്ന ഒരു പദം ബൈബിളിലില്ല. അതാണ് ആളുകൾ വലിയ ആശയമായിട്ടെടുക്കുന്നത്. ട്രിനിറ്റി മാത്രമല്ല ഇല്ലാത്ത, സർവ്വവ്യാപി എന്നൊരു പദം ഇല്ല ബൈബിളിൽ. തിരുവത്താഴം എന്നൊരു പദം ഇല്ല ബൈബിളിൽ. തിരുവത്താഴം എന്നില്ല, സർവ്വവ്യാപി എന്നില്ല, ഉൽപ്രാവണം എന്നൊരു പദമില്ല. ഉൽപ്രാവണം പദമില്ല. പക്ഷെ ഇതെല്ലാം നമ്മളുടെ വീക്ഷണഗതികളിലും വിശ്വാസത്തിലും വരുമ്പോൾ ട്രിനിറ്റി എന്നൊരു പദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മറുപടി പറഞ്ഞാൽ മതി. പിന്നെ എന്താണ് ഈ ട്രിനിറ്റി? ട്രിനിറ്റി എന്താണെന്ന് ആഗ്രഹിക്കുക. വാട്ട് ഈസ് ട്രിനിറ്റി? എന്നോട് ചോദിച്ചാൽ ലളിതമായി പറഞ്ഞു കൊടുക്കണമെന്നാണ്. ലളിതമായി പറയാൻ പറ്റിയ ഒന്നും ബൈബിളിലില്ല, അതൊരു സത്യം എന്ന് പറഞ്ഞാൽ. ഇനി ട്രിനിറ്റി വിട്ടിട്ട് വണ്ണസ് എടുക്കാം, അത് ലളിതമാണെന്നാണല്ലോ പറയുന്നത്. വണ്ണസിൻ്റെ ചോദ്യവും ഒന്നല്ലോ. അത് വണ്ണസ് ആണെങ്കിൽ അത് ഞാൻ സങ്കീർണമാക്കി കാണിക്കാം. ഇതിൽ വണ്ണസ് വേഴ്സസ് ട്രിനിറ്റി വിഷയത്തിൽ ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. വണ്ണസും ട്രിനിറ്റി മനസ്സിലായോ? അതാദ്യം പറയാം എന്താണ് ട്രിനിറ്റിയുടെ വീക്ഷണം അനുസരിച്ച്. ട്രിനിറ്റി ഒന്ന് വാട്ട് ഈസ് ട്രിനിറ്റി എന്ന് പറയാം. ഗോഡ് ദ ഫാദർ, God the Son and God the Holy Spirit, one God in 3 persons. 3 ആളുകൾ, 3 persons ഒരു എസൻസിൽ സമന്വയിക്കുന്നു. അപ്പോൾ വണ്ണസിൻ്റെ പഠിപ്പിക്കൽ കേട്ടാൽ അപകടമില്ലെന്ന് ആദ്യം തോന്നുന്നത് അവരുടെ വിജയം. പറയാം, പിതാവ് തന്നെയാണ് ഈ പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇത് പിതാവ്, ദൈവം എന്ന എലോഹീമിനെ പിതാവെന്ന് വിളിക്കേണ്ടി വന്നത് സൃഷ്ടി ചെയ്തത് കൊണ്ടാണ് സകലത്തിൻ്റെയും പിതാവായത്. അപ്പോൾ സൃഷ്ടിയിൽ പിതാവാണെങ്കിൽ അതേ ദൈവം വീണ്ടെടുപ്പിൽ പുത്രനാവും.
അതേ ദൈവം ആത്മാവായും വരും, ഒരാളാണിത്. കേട്ടാൽ നല്ല എളുപ്പത്തിൽ ഇത് തോന്നും. ശരിയാണുള്ളത്. കാരണം അതിനെ സാധൂകരിക്കാൻ പഴയ നിയമത്തിലാണ് ആദ്യം പോകുന്നത്. നമ്മൾ പറയും ദൈവം ഏകനാകുന്നു എന്നൊരു 100 വാക്യം തരാം, ത്രിയേകനാകുന്നു എന്നൊരു വാക്യം താം. ഇതിലെല്ലാം അവർ പുലർത്തുന്ന ഒരു മികവ് ശരിയാണ്. പക്ഷെ ആഗ്രഹിക്കേണ്ടത് ഈ വീക്ഷണം വരുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ ഇവർ വിജയിക്കുന്ന ഭാഗം പറയാൻ ഈ നമ്പർ അക്കമഡേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് വിജയമുണ്ട്. ഒരാളെന്ന് പറയാൻ അതേ പറ്റുള്ളൂ. പക്ഷെ ഈ പേഴ്സൺസിനെ അക്കമഡേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് സാധിക്കില്ല. 2 പ്രോബ്ലമുണ്ട് ദൈവത്തെക്കുറിച്ചുള്ളത് മനുഷ്യബുദ്ധിക്ക്. പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക് ആൻഡ് പ്രോബ്ലം ഓഫ് ഇൻ്റർ റിലേഷൻസ്. വളരെ ഭംഗിയായി ഒരു ഏകത്വക്കാരൻ പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക്സ് നമ്മുടെ കയ്യിൽ എടുത്തു തരും. നമുക്കതത്ര എളുപ്പമല്ല, ഞാനത് എപ്പോഴും സമ്മതിക്കാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷെ പ്രോബ്ലം ഓഫ് ഇൻ്റർ റിലേഷൻസ് വരുമ്പോൾ കളി മാറും. നമുക്കത് ഈസിയാണ്, അവർക്കത് സാധിക്കില്ല. ഇതിൻ്റെ നേരെ വിപരീതം. എന്താ കാര്യം? ഒരാൾ തന്നെ പുത്രനായപ്പോൾ ആ ഒരാൾക്ക് എന്ത് പറ്റി? ആൾ അന്നേരം അവിടെ കാണുമോ? മനസ്സിലായോ? ഈ വന്ന പിതാവ് തന്നെ പുത്രനായെങ്കിൽ അപ്പോൾ പിതാവുണ്ടോ? പിതാവെന്ന അവസ്ഥ എന്ന് പറയാൻ ഒരു വാക്യം അവർക്കില്ല. അത് വേറൊരു കാര്യം. ദൈവം ഒരവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അതിന് വാക്യമില്ല. അങ്ങനെ അവർ പറഞ്ഞത് ദൈവം എന്താ? ഒരവസ്ഥ. വാക്യം എന്താ? വാക്യമില്ല. അപ്പം നമ്മളോട് ഈ വാക്യം ചോദിക്കാൻ തിരിച്ച് നമുക്ക് വാക്യം തരത്തില്ല. അത് ശ്രദ്ധിക്കണം. അപ്പം ദൈവം എന്ന അവസ്ഥ സൃഷ്ടി ചെയ്തപ്പോൾ പിതാവായി, അതേ അവസ്ഥ വീണ്ടെടുപ്പിന് വന്നപ്പോൾ പുത്രനായി. അപ്പം പുത്രൻ വരുമ്പോൾ പിന്നെ പിതാവിനെ കാണരുതല്ല, കാരണം ആ അവസ്ഥ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഒന്ന് ലോസ്റ്റ് ആകണം. പുത്രൻ ഇരിക്കെ ചെയ്ത് പരിശുദ്ധാത്മാവും വരുന്നു, അപ്പോൾ അവസ്ഥ 3 ആയി. മനസ്സിലായോ? അതെങ്ങനെ ശരിയാവും? അടുത്തത് അങ്ങനെയെങ്കിൽ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് അടുത്ത അവസ്ഥയോടുള്ള ഇൻ്ററാക്ഷൻ അങ്ങനെ സാധിച്ചു ഒരാൾക്ക്. ഉദാഹരണം, ഒരവസ്ഥ ഭക്ഷണം കഴിക്കുക, ചായ കുടിച്ചു, മനുഷ്യപുത്രൻ തിന്നിയും കുടിയനുമായിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നു. അപ്പുറത്ത് ചോദിക്കുക, ഞാൻ കാളക്കൂറ്റന്മാരുടെ മാംസം കഴിക്കുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഗൃതൻ ചോദിക്കുക, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? ഇതേ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു. വിശപ്പും ദാഹമല്ലാണ്ട് വിശന്നിട്ട് എന്നോട്ട് നോക്കി, അത്തയിലോട്ട് നോക്കി, ക്രൂശി കിടന്നു, എനിക്ക് ദാഹിക്കുന്നു. ഇത് രണ്ടും ഒരാളാണ്. അപ്പോൾ അവർ ചൂടാകുകയുള്ളൂ, ഉത്തരവില്ല. നീ അവിടുന്ന് ഇതിൽ മരിച്ചതാരാ? ഏതവസ്ഥയാണ് മരിച്ചത്? മനുഷ്യാവസ്ഥയാണോ, ദൈവാവസ്ഥയാണോ, പിതാവസ്ഥയാണോ? അപ്പോൾ ഈ മരിച്ചപ്പോൾ, ഈ മരിച്ചയാൾ മരിക്കുമ്പോൾ നിത്യൻ എന്ന പദത്തിന് എന്താ അർത്ഥം വരുന്നത്? അർത്ഥമില്ല. ചുരുക്കത്തിൽ ഇൻ്റർ റിലേഷൻസ് പൂരിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ പഠിപ്പിക്കൽ ദൈവപുത്രൻ ആണ് ക്രൂശിക്കപ്പെട്ട, പരിശുദ്ധാത്മാവല്ല. ഓക്കെ? പിതാവല്ല ഭൂമിയിലേക്ക് വന്നത്, പിതാവ് അയച്ചു പുത്രനെ. അങ്ങനെ ഇരിക്കുന്നത്. അതിനു മുമ്പ് പറയാ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അരികിൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണോ? അന്നേ ഉണ്ട്. ചുരുക്കത്തിൽ പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, പുത്രൻ ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാതിരിക്കുന്ന കാലമില്ല. ഏറ്റവും ഒടുവിൽ രാജ്യം പിതാവായ ദൈവത്തെ പുത്രൻ ഏൽപ്പിച്ചിട്ട് പുത്രൻ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു. അങ്ങനെ കൊരിന്ത്യർ 15:50 പറയുന്നത്. 1 കൊരിന്ത്യർ. അപ്പോൾ എവർ ലാസ്റ്റിംഗ് ആണ് ഇത്. മൂന്നും എവർ ലാസ്റ്റിംഗ് ആണ്. 3 പേഴ്സൺസ് പിന്നെ എങ്ങനെ ഒന്നാകും? 3 ആളുകൾ കൂടി ദൈവങ്ങളാവൂലേ എന്ന് അവരെ മറിച്ച് ചോദ്യം. അത് ലോജിക്കലാണ്, അതിൽ മനസ്സിലാക്കണ്ടേ? ദൈവം ഇൻഫൈനൈറ്റാണ്. എന്താ മലയാളം? ദൈവം ഇൻഫൈനൈറ്റാണ്, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. അതാകുമല്ലോ ദൈവം. ഗോഡ് ദ ഫാദർ ഇൻഫൈനൈറ്റാണ്, ഗോഡ് ദ സൺ ഇൻഫൈനൈറ്റാണ്, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഇൻഫൈനൈറ്റാണ്. 3 ഇൻഫൈനൈറ്റുകൾ ചേർന്നാൽ 3 ആവുകയല്ല, 1 ആകുക. അതേ സാധിക്കൂ. മനസ്സിലായോ പറഞ്ഞേ? കിട്ടിയോ? 3 മഹാപ്രളയങ്ങൾ ചേർന്നാൽ അപ്പം സ്പർശിച്ചു കഴിഞ്ഞാൽ ഒരു പ്രളയമായി പോകും. ഒറ്റ പ്രളയമാണ്. സ്രോതസ് 3 ആകാം, പ്രളയം 1 ആകാം. അഗ്നി
പ്രകൃതി ശക്തിയിൽ കാണുന്ന ഇവയൊക്കെ തന്നെ യോജിച്ചാൽ ഒന്നാവുകയാണ്. പക്ഷേ അതിൻ്റെ ഉത്ഭവത്തിൽ വ്യത്യസ്തതയുണ്ട്, അസ്തിത്വത്തിൽ വ്യത്യസ്തതയുണ്ട്. 3 ഇൻഫൈനൈറ്റുകൾ 1 ഇൻഫൈനൈറ്റ് ആകും എന്ന് പറയുന്നതിൽ ഒരമാന്തവും വേണ്ട. അതാണ് അതിൻ്റെ ഗണിതം. ഇനി വാക്യമെടുത്ത് ഓരോ വാക്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നോട്ട് എൻ്റെ കയ്യിലുണ്ട്, അത് വേണമെന്നവർക്ക് അത് തരാം. വാക്യത്തെളിവുകളോട് ഓരോന്ന് ഉദ്ധരിക്കണമെങ്കിൽ അത് തരാം. പ്രിപ്പയർ ചെയ്ത നോട്ടുണ്ട്. ഒരു വിഷയവും ആ കാര്യത്തിലില്ല. അത്രയും പോകാൻ നമുക്കൊരു സാവകാശമില്ല. ഞാൻ പറഞ്ഞ ബോധ്യപ്പെട്ടോ? നെക്സ്റ്റ്, ഇവർ തള്ളിക്കളയുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യുന്നത് ഹീബ്രുവും ഗ്രീക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നേരിട്ടൊരു വാക്യം കൊടുത്താൽ ഹീബ്രുവും ഗ്രീക്കും കൊണ്ടുവരിക അന്നേരം. അപ്പോഴേ അതിൻ്റെ അർത്ഥം ഈ തെളിഞ്ഞു കിടക്കുന്ന വാക്യത്തിന് എന്തിനാ ഹീബ്രുവും ഗ്രീക്കും? ഒരു ഉദാഹരണം, ഈ വേറൊരു വിഷയം പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞാൽ മലയാളം വായിക്കുന്നതിന് അർത്ഥം പിടിയിട്ടില്ലേ? അതിനെന്തിനാ വ്യാഖ്യാനി? ഇത് വന്നേ ചുരുത്തം പറഞ്ഞാൽ, അതായത് ഗ്രീക്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ആദ്യ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു, അതിനകത്തെന്താ ഗ്രീക്ക്? പൗലോ ശൗര്യം ചെയ്യാൻ തല മുട്ടയടിക്കാൻ പോയി, അതിനൊരുത്തിൻ്റെ വ്യാഖ്യാനം വേണ്ട, പുള്ളി മുട്ടയടിച്ചു എന്നേ അർത്ഥമുള്ളൂ. ഇതിനാ വ്യാഖ്യാനം? അതിനൊരു കമൻട്രി നോക്കണ്ട, പുള്ളി വഴിപാടുണ്ടോ, തലയെ മുട്ടയടിച്ച് യഹൂദന്മാരെ സന്തോഷിപ്പിക്കാൻ പോയി, അത്രേ ഉള്ളത്. തെറ്റായി പോയി കാണിച്ചേ, അതാ അത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ പഠനത്തിൻ്റെ ആവശ്യമില്ല, തെറ്റാത് നമ്മുടെ വീക്ഷണത്തിൽ. അടുത്തിലേക്ക് വരാം. അപ്പോൾ ട്രിനിറ്റി, അടുത്ത സ്നാനത്തിലേക്ക് വരാം. അതോട് ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കണ്ടേ, ഈ വണ്ണസ് ടീച്ചേഴ്സ് എല്ലാം തങ്ങളുടെ ഉപദേശം സ്ഥാപിക്കാൻ തെളിവെടുക്കുന്നത് എവിടുന്ന? ഈ പറഞ്ഞതിലെല്ലാം ബാക്കിയെടുത്ത് എവിടുന്ന? ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. പക്ഷേ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നത് റിക്കോർഡ്സ് ഓഫ് ഇൻസിഡൻ്റാണ്, സംഭവങ്ങളുടെ റെക്കോർഡ്. പറ്റാത്ത ദൈവത്തെ സേവിച്ച അനുഭവങ്ങളുടെ റെക്കോർഡാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തെറ്റുപറ്റുന്ന പൗലൂസ്, തെറ്റുപറ്റുന്ന പത്രോസ്, തെറ്റുപറ്റുന്ന യോഹന്നാൻ, തെറ്റുപറ്റാത്ത ദൈവത്തെ സേവിച്ചതിൻ്റെ ആത്മനടത്തിപ്പിൻ്റെ വഴിയാണ് അതിലെഴുതിയിരിക്കുന്നത്. അത് തർക്കമൊന്നുമില്ല. കാരണം ആ സംഭവങ്ങൾ നമുക്ക് ഡോക്ട്രിനല്ല, അനുഭവങ്ങളാണ്. മാതൃകയാക്കാവുന്ന അതിലുണ്ട്, തള്ളിക്കളയേണ്ടവ അതിലുണ്ട്. ഉദാഹരണം, താങ്കൾക്കുള്ളതൊക്കെ വിറ്റും അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ കൊണ്ടുവച്ചു. അങ്ങനെ ആരാണ്ട് പറഞ്ഞോ? അങ്ങനെ നാളെ മുതൽ വിറ്റ് ഇവിടെ കൊണ്ടുവെക്കാൻ കർത്താവ് പറഞ്ഞായിരുന്നോ? ഇല്ല. അങ്ങനെ വിറ്റിട്ട് കൊണ്ട് കാശ് വെച്ചിട്ട് അതിൻ്റെ പ്രത്യാഘാതം ഒരു കുടുംബം തീർന്നു കിട്ടി. ആവേശം കയറി ചെയ്താ ഒരു കുടുംബം തീർന്നു. അനന്യാസ സഫീര് അല്ലേ? കേൾക്കുന്നുണ്ടോ? ഇതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്. ഡോക്ടറാണെങ്കിൽ വീണ്ടും തലമുട്ടയടിച്ചിട്ട് പോകണം, പരിച്ഛേദന ചെയ്യണം. കാരണം അതിലെല്ലാം അവിടെ കാണുന്നുണ്ട്. പിടിയോ? അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചത് സംഭവങ്ങളാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഉൾക്കൊള്ളാനൊരു മെസ്സേജ് അതിലുണ്ട്, തർക്കമില്ല. പിടിയോ? സഭ എന്തായിരുന്നു എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. സഭ എന്തായിരുന്നു? പിടിയോ? സഭ എന്താകണം എന്ന് പഠിപ്പിക്കുന്ന എവിടെയാണെന്നറിയോ? ലേഖനങ്ങളിൽ. അപ്പോൾ ഉപദേശം ലേഖനങ്ങളിലും യു ഹാവ് ടു ഡു എന്ന് പറയുന്നതാണ് ഉപദേശം. ഇമ്പറേറ്റീവ് മുടി പറയുന്നതെന്തോ അതാണ് ഡോക്ട്രിൻ എന്ന്. നിങ്ങളിത് ചെയ്യണം, നിങ്ങളിത് അനുവർത്തിക്കണം, അതാണ് ഡോക്ട്രിൻ. രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന സംഭവത്തെ കണ്ടിട്ടൊരാൾ രേഖപ്പെടുത്തുന്നതാണോ വലുത്, എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതാണോ? ഉദാഹരണം, ഇവിടെ നിന്നുകൊണ്ട് സംഗീതത്തെക്കുറിച്ച് വളരെ അറിവുള്ള പാസ്റ്റർ ഭക്തവത്സലൻ അവർ പറയുകയാണ്, ഇതെന്ത് ഇങ്ങനെ ചെയ്യണം. പിള്ളേരെ ഏതാണ്ട് കാണിച്ചു വെച്ചാൽ പിള്ളേർ ചെയ്യുന്നതോ ഞാൻ രേഖപ്പെടുത്തിയതോ നമുക്ക് അവലംബമാക്കാം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞതിന് തന്നെയാണ്. മനസ്സിലായോ? പറഞ്ഞതിന് തന്നെ. കാരണം ഇനി ഈ പറഞ്ഞതേ ശിഷ്യന് ചെയ്യാൻ സാധിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. വേറെ ചെയ്യാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ ശിഷ്യൻ കർത്താവ് പറഞ്ഞ പോലെ ചെയ്തേ. ശിഷ്യൻ എന്താ പറഞ്ഞത്? കർത്താവ് എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെടണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഇനി ഇവർ പറയുന്ന നാമങ്ങളിലെന്നല്ല, നാമത്തിൽ. സത്യമാണ്. അപ്പം മറിച്ചൊരു ചോദ്യം,
സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ. എന്തിയാ പേരുകളെന്നില്ലാത്ത? എല്ലാവർക്കും ഒരു പേരുള്ളോ? മനസ്സിലായില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും, സ്വർഗത്തിലും ഭൂമിയിലും കൂടെ സകല കുടുംബത്തിനൂടെ കുഞ്ഞുട്ടിച്ചാനെന്നൊരു പേരേ ഉള്ളോ? അങ്ങനെയാണോ? പേരെന്ന് മതി. അത് ഭാഷാപ്രയോഗത്തിലെ സാധാരണ നിയമം. അത് മതി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ നാമങ്ങളിൽ നിന്ന് വേണ്ട നാമമൊന്ന് മതി. അതിനെ ഇപ്പുറത്തൊരു തെളിവ് പറഞ്ഞേ വീഡിയോ തന്നെയല്ല. ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും കൂടി പേരാണ് യേശു എന്നാണ് അവരുടെ വാദം. എന്താ തെളിവ്? പറയാം. പിതാവിൻ്റെ പേരെന്താ? പിതാവിന് പേരുണ്ടല്ലോ. എന്താ പേര്? യാഹുവേ, യഹോവ. ഹീബ്രു ആണ് യാഹുവേ. പുത്രൻ്റെ പേര് യഹോശുവ, യാഹുവേ യാശുവ. അത് നമ്മൾ യേശു എന്ന് തിരുത്തി പറയും. യാഹുവേ യാശുവയാണ് ആര്? പുത്രൻ. യാഹുവേ റൂഹയാണ് പരിശുദ്ധാത്മാവ്. ഇവരെടുത്ത ഇത് മൂന്നും കൂടെ ചേരുന്ന പേരാണ് യേശു എന്ന്. തെറ്റ്. മൂന്നും കൂടെ ചേരുന്ന പേര് യഹോവയല്ലേ പൊതുവായിട്ട് വരുന്നത്? ശരിയാണോ? യാഹുവേ യാശുവയിലല്ല മൂന്നും ചേരുന്നത്, യഹോവയിലാണ്. യഹോവയുടെ നാമത്തിൽ എന്നാ ചെയ്യും? അതല്ലല്ലോ ചെയ്യുന്നത്. പറയുന്നതും ശിഷ്യന്മാരിങ്ങനെ ചെയ്തപ്പോൾ, യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെങ്ങനെ ചെയ്തു അങ്ങോട്ട് നോക്കാനാണ് പറയുന്നത്. നമ്മളങ്ങനെ ചെയ്യേണ്ടത് യേശു പറഞ്ഞതിലേക്ക് നോക്കാനാണ് പറയേണ്ടത്. രണ്ടത്തെ കാര്യം, ഈ പിതാവെന്ന് ആർക്കെങ്കിലും പേരുണ്ടോ? ഇല്ല. അവർ ചോദ്യമാണ്, പിതാവെന്ന് ആർക്കെങ്കിലും പേരുണ്ടോ? പുത്രൻ ആർക്കെങ്കിലും പേരുണ്ടോ? പുത്രൻ്റെ പേര് സ്ഥലം ആധാരം ചെയ്യാൻ പറഞ്ഞാൽ പുത്രൻ്റെ പേര് ഒന്ന് എഴുതുമോ, പുത്രൻ്റെ പേര് പറയുമോ എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? പുത്രൻ്റെ പേരാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം അപ്പോഴേ ചോദിച്ചുകൊള്ളണം. ഇവൾക്ക് നാരി എന്ന് പേരാവും. നാരി എന്നാർക്കെങ്കിലും പേരുണ്ടോ? ആ പേരുള്ള ആരും ഉണ്ടോ? ഇല്ല. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇപ്പുറത്ത് കിടക്കുന്ന വാക്യം നോക്ക്. സന്ദർഭികമാണ് അർത്ഥം എടുക്കേണ്ടത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് ഓരോ ഇടത്തും ഗ്രീക്കിലെ കായ് ചേർക്കുകയാണ്. എന്നർത്ഥം ആൻഡ് എന്നുള്ളത്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ ഫാദർ ആൻഡ് ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഇങ്ങനെ ചെയ്യുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ ഒരു മർമ്മമായി യേശു പറഞ്ഞു, ശിഷ്യന്മാർ ചെയ്തപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു അടുത്ത വാദം. അതായത് നമ്മൾ പറയല്ലേ ക്രിസ്മസിന് ഒരു ക്ലൂ തരാം, ഉത്തരം എഴുതിക്കൊള്ളാൻ. യേശു ക്ലൂ കൊടുത്തേച്ച് പോയി, ശിഷ്യന്മാരിലൂടെ എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം പുത്രൻ, അത് അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെട്ടു. യേശു ഒരു മർമ്മം പോലെ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് എങ്ങും കാണരുതല്ലോ. പക്ഷേ ആശീർവാദത്തിക്കാണ് 1 കൊരിന്ത്യർ അവസാനിക്കുന്നത് എന്തെങ്ങനെ പറയുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എടുത്തു പറയുക. അവിടെ യേശുവിൻ്റെ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? ഇവിടെ ഇടുന്നോ? മൂന്നും ചേരുന്ന പേരാണെങ്കിൽ അതിനർത്ഥമില്ല. ചോദിക്കുന്ന ചോദ്യം, യേശുവിൻ്റെ നാമത്തിൽ സ്നാനം 5-6 എടുത്ത് നടന്നിട്ടുണ്ട്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം നടന്നായിട്ട് വാക്യം തരാം. ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പ്രശ്നം, നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതാണ് യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞ് മുക്കിയെന്ന്. അങ്ങനെയല്ല. ഈ കണ്ട സ്നാനമല്ല, യേശു പഠിപ്പിച്ച സ്നാനമാണ് നടത്തിയതെങ്കിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. പക്ഷേ ഒരു ഹിസ്റ്റോറിയനായ ലൂക്കോസ് എഴുതുമ്പോൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു ഐ വിറ്റ്നസിൻ്റെ സംഭവം കണ്ട രേഖ എഴുതുകയാണ്. ചരിത്രമാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഞാൻ എഴുതിയ 1ാമത്തെ ചരിത്രം യേശുവിനെ കുറിച്ചായിരുന്നു. പലരും ഇങ്ങനെ എഴുതാൻ തുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് 1ാമത്തെ ചരിത്രം അതാണെങ്കിൽ 2ാമത്തെ ചരിത്രം സഭയുടെ ചരിത്രമാണ്. ചരിത്രരേഖ ഒരു വസ്തുത കണ്ടിട്ട് ആ സിറ്റീസ് എഴുതുമ്പോൾ അപ്പുറത്ത് എന്താ കണ്ടത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം യേശു എന്ന അവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ 2 സ്നാനം ശരിയാകത്തില്ലേ? 2 ശരിയാകുകയില്ലെന്ന്. കാരണം എന്താ? പിടികിട്ടിയ വസ്തുക്കൾ ഇല്ല. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ H2O സമയം എന്തുവാ? വെള്ളം. അപ്പോൾ 2 ശരിയാകില്ലേ? 2 ശരിയാകില്ലേന്ന്. H2O എന്ന് പറഞ്ഞ് തന്നാലും വെള്ളമാകും, വെള്ളമെന്ന് പറഞ്ഞാലും വെള്ളമാകില്ലേ? പിന്നെ ഈ തർക്കത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ല. പിടികിട്ടിയോ? സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ മണലെന്ന് പറഞ്ഞാലും സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നാണോ? ആണെങ്കിൽ എന്തിനാ തർക്കം? സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് എഴുതിയ അതിൻ്റെ ഇപ്പുറത്ത് എഴുതിയൊക്കെ രാസനാമം പറഞ്ഞു. അപ്പുറത്ത് എന്തോ പറഞ്ഞേ? ഉപ്പ്. ഉപ്പും സോഡിയം ക്ലോറൈഡും ഒന്നല്ലേ? അപ്പോൾ 2 ശരിയല്ലേ? അപ്പോൾ പിന്നെ എന്തിനാ ഇതിനെ കണ്ടിക്കുന്നത്?
പിന്നെ ഇവരുടെ ഇതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ അവസരം തരികയില്ല. അവരുടെ വിജയം തന്നെ അതാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ശരിയാകത്തെ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചു, റിലേറ്റഡ് ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടോ ചോദിക്കാം. അതെ അതെ. അവിടെല്ല അതിനെന്താ കുഴപ്പം? യേശുവിനോട് ചേരാൻ ആ സാധനം അത് നമ്മൾ കാണിക്കുന്നില്ല. സ്നാനപ്പെടേണ്ട നാമമാണ് നമ്മുടെ വിഷയം. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, അതും ചരിത്രം മുമ്പ് പറഞ്ഞ പോലെ സംഭവിച്ചൊരു കാര്യം എടുത്തു പറയുകയാണ് റോമാലേഖനത്തിൽ. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പോൾ അതിന് യേശുവിൻ്റെ നാമത്തിൽ മുങ്ങിയെന്ന് അതിൽ നിന്നെങ്ങനെ തെളിവ് വരുന്നത്? ഒരു തെളിവല്ല. കാരണം മേജർ ടെക്സ്റ്റ്, അതായത് ഗവേഷണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം എഴുതുക, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ഏതാണെന്ന് ആദ്യം നമ്മൾ നമ്മുടെ മെൻറ്റർക്ക് കൊടുക്കണം. ഈ ടെക്സ്റ്റ് ഉദാഹരണം സംഗീതത്തെക്കുറിച്ചൊരു ഗവേഷണം നടത്തുകയാണ്. സംഗീതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി, ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തണമെങ്കിൽ അതിലെ ഏറ്റവും അതോറിറ്റിയുള്ള കൃതികൾ, ചെമ്പയുടെ കൃതികളും, നമ്മുടെ നാട്ടിലെ വെച്ച് കർണാട്ടിക്കൊക്കെ ആണെങ്കിൽ ചെമ്പയുടെ കൃതികളും അങ്ങനെയുള്ളതൊക്കെ പഠിക്കണം. പുരന്ദരദാസിൻ്റെ കൃതികളൊക്കെ തന്നെ പഠിച്ചെഴുതണം. ഇത് കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തേന് അർഹതയുള്ളൂ. മനസ്സിലായി പറഞ്ഞേ? ഇത് അവൈലബിൾ അല്ല, ഈ മെറ്റീരിയൽ അവൈലബിൾ അല്ലെങ്കിൽ രണ്ടാമത്തേത്. ഇതും കിട്ടുന്നില്ലെങ്കിൽ ഈ പാടുന്ന ആളിനോട് ചോദിക്കാം. പക്ഷെ പാടുന്ന ആളിനോട് ചോദിക്കുന്ന എപ്പോഴാണ്? ഈ രണ്ട് കൃതികളും നമ്മൾ തേടുന്ന മെറ്റീരിയൽ ഇല്ലാതെ വരുമ്പോഴാണ് സെക്കൻഡറി എവിഡൻസിലേക്ക് പോകേണ്ടത്. മനസ്സിലായോ? ഇല്ല, കിട്ടുന്നില്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ഇല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റിയിലോട്ട് പോയാൽ പോരെ, അതാ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞ ഒരു കൃതി എടുക്കുക, ആ കൃതിയിൽ അതോറിറ്റിയുള്ള ഒരാൾ, ഒരു വലിയ ഉദാഹരണം പറയാം. നമ്മൾ ചരിത്രം എഴുതുക, EMS ചരിത്രം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം എഴുതിയിട്ട് EMS ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് എഴുതി ഗവേഷണത്തിന് കൊടുത്ത് അവരുടെ പള്ളേക്കളയും. കാരണം എന്താ? അതൊരു പാർട്ടിക്ക് വേണ്ടി ചരിത്രം എഴുതിയ ഒരാളാണ്. ചരിത്രമൊക്കെ പറഞ്ഞു, പക്ഷേ പുള്ളി സ്ഥാപിക്കാൻ ശ്രമിച്ച വേറൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വേണ്ട, MGSൻ്റെ കൊണ്ടുവരാൻ പറയും, BV റാവുവിൻ്റെ കൊണ്ടുവരാൻ പറയും. മനസ്സിലായോ പറഞ്ഞേ? കാര്യം മനസ്സിലായോ? അപ്പം മെയിൻ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ ക്ലിയറായി കിടക്കെ സെക്കൻഡറിക്ക് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്ന് തെറ്റുപറ്റാത്ത യേശു കൃത്യതയോടെ പറഞ്ഞെങ്കിൽ ഉത്തരമായി എഴുതില്ല. അതാണ് ഉത്തരം. ഇപ്പുറത്ത് തലമുട്ടയടിച്ചതോ സ്നാനപ്പെടുത്തിയതോ സ്നാനപ്പെട്ടതോ അല്ല എൻ്റെ ഡോക്ടറിൻ ജീസസ് ടോ. അതാണ് ഫസ്റ്റ് വൺ. അത് തിരുത്താൻ ഒരു ശിഷ്യനും കഴിയില്ല. അതുകൊണ്ട് ശിഷ്യനാണ് സ്നാനപ്പെടുത്തിയെങ്കിൽ ഇത് തിരുത്തിയിട്ടില്ല, ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് ചെയ്തതെങ്കിൽ, യേശു പറഞ്ഞത് തന്നെയാണോ ശിഷ്യൻ ചെയ്തതെങ്കിൽ ഇത് രണ്ടും ശരിയല്ലേ എന്ന് അടുത്ത ഉത്തരം. അതിന് ഉത്തരം ഇല്ല അവർക്ക്. രണ്ടും ഒരാളാണെന്നുള്ള വാദത്തിലായി തെറ്റ് വരുന്നത്. ഞാനൊരാളോട് ചോദിച്ചാണ്, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ പിതാവിനെ വെളിപ്പെടുത്തി, അങ്ങനല്ലേ വാക്യം? ദൈവത്തെ ആരും ഒരാളും കണ്ടിട്ടില്ല, പക്ഷേ ദൈവത്തിൻ്റെ മടിയിരിക്കുന്ന ഏകജാതൻ. അപ്പോൾ ഒരാൾ തന്നെ ഒരാളുടെ മടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഒരാൾ തന്നെ ഒരാളുടെ മടിയിലിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞ മറുപടി, ദൈവത്തെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യമില്ലെന്നുള്ളത്. സ്വന്തം മടി കയറി നമ്മളവരോട് എന്താ പറയുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം, ഒരാൾ തന്നെ പിതാവായി നിന്നുകൊണ്ട് ഒരേ സമയത്ത് പുത്രനായി നിന്നുകൊണ്ട് വിളിക്കുന്നു പിതാവേ. അപ്പോഴേക്ക് അതേ പുള്ളി തന്നെ തിരിച്ചു ചോദിക്കുകയാണ്, അതേ പുള്ളിക്ക് ഈ പുള്ളിയെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നി, അതേ ആളിന് തന്നെ അതേ വ്യക്തി മരിക്കുന്നു, അതേ വ്യക്തി തന്നെ ഉയർപ്പിക്കുന്നു. ഇതെന്തോ നാടോ? ചുരുക്കി മോണാറ്റാണ് ആ പഠിപ്പിക്കൽ. ഇവർ നമ്മളെക്കുറിച്ച് പറയേണ്ട അതാ ഇന്ന് വരെ ആരും ട്രിനിറ്റിയെ കണ്ണിച്ചിട്ടില്ല. ഇവരില്ലാത്ത കാര്യമാണ് കണ്ണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 3 ദൈവം ഉണ്ടെന്നല്ല പറഞ്ഞത്. 3 ദൈവമുണ്ട്. 3 ദൈവം ഉണ്ടോ? 3 ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കണ്ണിക്കുന്നത്. നമ്മളാരാ 3 ദൈവം ഉണ്ടെന്ന് പറഞ്ഞേ? ദൈവ ഏകൻ, അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളതിന് തെളിവ് തേടുന്ന ഇവിടുന്ന അതൊരു തെളിവ് തേടണം. ഈ തെളിവ് തേടിയല്ല ഇവർ പോകുന്ന. ആവർത്തനം 6:4 ക്ഷേമ അതിലേക്കാണ് പോകുന്നത്. ആവർത്തനം 6:4 അവിടെ നിൽക്കട്ടെ. ഈ ട്രിനിറ്റി വെളിപ്പെട്ടിട്ടില്ല അവിടെ നിന്നും പഴയ നിയമത്തിൽ. മർമ്മമാണ്. ശരിയല്ലേ? ട്രിനിറ്റി വെളിപ്പെടുന്ന എവിടാ? ട്രിനിറ്റി വെളിപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16, 17 വാക്യങ്ങളിലാണ്, അധ്യായങ്ങളിലാണ്. എന്താ പറയുന്നത്? ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ഇല്ല. ഞാൻ പോയി കഴിഞ്ഞ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനല്ല. ഞാൻ പോയിട്ട് ഞാൻ തന്നെ വരുമെന്നല്ല.
മറ്റൊരു കാര്യസ്ഥനെ പിതാവ് ഏൽപ്പിച്ചു തരും. യോഹന്നാൻ സുവിശേഷം 16:32 വായിച്ചു നോക്കിയേ. ഞാൻ ഏകനല്ല, ഞാൻ തനിയേ പറയുന്നതല്ല, എൻ്റെ പിതാവ് പുത്രൻ സ്വതവേ സംസാരിക്കുന്നതല്ല, പിതാവ് പറയുന്നത് പുത്രൻ ഏറ്റു പറയുകയാണ്. പിതാവിൻ്റെ വാക്കാ പുത്രൻ തന്നെ. ട്രിനിറ്റിയെക്കുറിച്ചുള്ള ചോദ്യം പിടികിട്ടിയോ? പിന്നെ ഇവിടെ പാസ്റ്റർ ചോദിച്ചൊരു ചോദ്യം കർത്തൃമേശയുടെ കാര്യമാണ്. ട്രിനിറ്റി യേശു വണ്ണസ് ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ അടുത്തേക്ക് പോലെ. ആ ആ അത് സ്വർഗീയ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഏരോഗ്യമാകുവാണ്. ആ ഏരോഗ്യമാണ് പുത്രനായി വരുന്നതുമാണ്. അതെ അതെ. ഏഴെന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിച്ച് നല്ലതായിരിക്കും. കാരണം ജനത്തിനിടെ ഏഴാണ് ദൈവം എന്നുള്ളതാണ് അവരെ പറഞ്ഞു വരുത്തുന്നത്. അദൃശ്യനായതും ആർക്കും ദൂതന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏഴ് അതൊരു സങ്കല്പമല്ലേ. അത് പഴയ കനാന്യരുടെ ഒരു സങ്കല്പമാണ് എന്നുള്ളതാണ് പഠിപ്പിക്കുന്ന സത്യത്തിൽ ലോക ചരിത്രത്തിൽ പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ ഏഴെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? തൃത്വത്തിൽ നിൽക്കുന്നവർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയുമോ? ഇല്ല 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 ഇല്ല. പറഞ്ഞപ്പോൾ അതിന്റെ സങ്കല്പത്തെ കുറിച്ച് ഭക്ഷണം നല്ലതല്ല. നമ്മൾ ഏതെന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. ഏരോഗ്യമാണെന്നുള്ളതാണ് സത്യം. അതല്ലേ? അതെ. പറയാം. എനിക്കൊന്നത് പേഴ്സണലി പറയാം. ഇത്തിരി ഈ ആൾക്കാർക്കല്ലേ മൂഷി. കർത്തൃമേശയുടെ ചോദ്യം പറഞ്ഞോട്ടെ. ആ അത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം അതിനെ കേന്ദ്രീകരിച്ച് ജാതീയമായ ദുരാചാരങ്ങളുടെ ഒരു ബാക്കി പത്രമാണത്. നമ്മൾ ചെയ്തു വരുന്ന ശീലിച്ചു പോരുന്ന തനത് ശൈലിയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ആ ആ ഈ ബൈബിളിൽ നമ്മൾ കാണുന്നത് കർത്താവ് വിളിച്ച അപ്പോസ്തോലിക വൃന്ദം ഭരിക്കുന്ന ദൈവസഭയാണ്. ഇന്നത്തെ ബന്ധുസഭത്തെ അങ്ങനെ കാണുന്നത് മനുഷ്യർ നിലനിൽക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെയുള്ളവർ യോഗ്യരായിരിക്കാം. എങ്കിലും അപ്പോസ്തോലിക വൃന്ദം എന്നുള്ള വിഷയം നമ്മുടെ ബന്ധുസഭയ്ക്കകത്ത് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ നമ്മൾ മറ്റുള്ള സഭകളൊക്കെ ഞങ്ങൾ ശരി എന്ന് പറയാം. അത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്, 1-ാം നൂറ്റാണ്ടിലെ സഭ, അവരൊരു തീവ്രവാദികളായിരുന്നു. ഈ ആഴ്ച കർത്താവ് വരുന്ന ചിന്തയിലാണ് അവരുടെ ജീവിതം. അങ്ങനത്തെ രീതിയാണ്. അങ്ങനെ ആ തെസലോനിക്ക സഭ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരെ കാക്കുക ശരിക്കങ്ങ് ഭക്ഷണം കഴിച്ചു. പുരുഷന്മാർ ജോലിക്കും പോകാതായി. ഒടുവിൽ സ്ത്രീകൾ പരാതിപ്പെട്ട് ഇവരെല്ലാം വിറ്റ് പെറുക്കി ഇങ്ങനെ ജീവിക്കുകയാണ്. അവരെ ശാസിച്ചിരുന്ന 2 തെസലോനിക്ക ലേഖനം. ആദ്യ തെസലോനിക്ക ലേഖനം വായിച്ചിട്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ വരികയാണെങ്കിൽ പിന്നെ സ്കൂളും വേണ്ട, കോളേജും വേണ്ട, പഠനവും വേണ്ട, അങ്ങനെ അങ്ങായി, എക്സ്ട്രീമായി. എന്നാൽ പിന്നെ ഇങ്ങോട്ട് ഈ സംവിധാനത്തിന് ഓർഡർ വേണം. നമ്മൾ പറയാം 10 മണി കഴിഞ്ഞ് വരുന്ന ഒരാളെ ഇവിടെ കേട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർഡറാണ്. നമ്മളെല്ലാം കൂടെ എടുത്തൊരു ഓർഡറാണ്. എങ്കിലേ ഈ സ്ഥാപനം നിലനിൽക്കുള്ളൂ. കുടുംബത്ത് കാരണവർ പറയാതെ ഇങ്ങനെ കാണാൻ കാര്യങ്ങൾ. ഇവിടെ 7 മണിക്ക് പ്രെയർ വേണം വീട്ടിൽ, രാവിലെ 5:30 മണിക്ക് പ്രെയറുണ്ട്. ഇത് ഭജനത്തിലുള്ള കാര്യമല്ല. പക്ഷേ ഒരു കാര്യം ഭംഗിയായിട്ട് ഓടാൻ പാകത്തിന് ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഓടൂല. ആ സിസ്റ്റമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ. അത് അതിനെ അനുവദിച്ചു. നിങ്ങൾ 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു, അനുവദിച്ചു. പക്ഷെ അവിടെ പാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവരെ തിരഞ്ഞെടുത്തതിനാ അഡ്മിനിസ്ട്രേഷനാണ്, മേശമേൽ ശുശ്രൂഷിക്കാനാണ്. ഇന്നിങ്ങനെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം ചെയ്യാൻ വരിക. അവരെന്ന് ചെയ്തത് ആത്മീകമായ ഏതെങ്കിലും വിഷയത്തിൻ്റെ പരിഹാരം തേടി ഇവരെടുത്ത് പോവല്ല, അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്ത് പോവല്ല, അപ്പോസ്തലന്മാരുടെ അടുത്ത് പോകും ഉപദേശം കേൾക്കാൻ. അവരാണ് യെരുശലേം കൗൺസിലൊക്കെ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇങ്ങനെ ചെയ്യണോ. ഇന്ന് സ്പിരിച്വൽ ലീഡർഷിപ്പും അഡ്മിനിസ്ട്രേഷനും കൂടെ നമ്മളൊന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ട്. അത് ലീഡേഴ്സിനെ മാത്രമല്ല കുറ്റം പറയേണ്ടത്, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ കൂടി പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഏതൊരു സഭയും തൻ്റെ മാതൃസഭയിലെ പാസ്റ്ററെ റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. എൻ്റെ സഭയിൽ ദീർഘവർഷങ്ങളിരുന്ന എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് പാസ്റ്ററായിട്ടിരുന്നത്. എൻ്റെ സ്റ്റുഡൻറ്റ് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കിനെ ധിക്കരിച്ചിട്ടില്ല. ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ പറയുന്ന ഫൈനൽ
എൻ്റെ മക്കളെ സമർപ്പിക്കണം പ്രാർത്ഥിച്ച്, പാസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വീട് പ്രാർത്ഥിച്ച് സമർപ്പിക്കേണ്ടി വന്നു, പാസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആരും കേന്ദ്രത്തിൽ നിന്ന് വരണ്ടെന്നു. വിശ്വാസികടക്കം പഴയ ആ പൗരോഹിത്യ സങ്കല്പം വച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പച്ചൻ അവിടുന്ന് വന്നെങ്കിൽ ഈ കത്തുമേശ വാഴ്ത്തിയ വാഴുകൊള്ളുന്നൊരു ധാരണ വന്നതുകൊണ്ട് അവരും അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. നമ്മളും ആക്കി തീർത്താണ്, അവർ മാത്രം കുറ്റമല്ല. അപ്പോൾ സഭയുടെ വിശ്വാസ വീക്ഷണം അനുസരിച്ച് രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി, അങ്ങനെ പലര് കൂടുന്നൊരു പ്രാദേശിക സഭ, ആ സഭയ്ക്ക് മീതെ ആത്മീയരായിട്ടുള്ള ദൈവമക്കൾ, അതിൻ്റെ ഓഫീസ് പറഞ്ഞിട്ടുണ്ട് 5 വിധ ഓഫീസസ്, അതാ സഭയെ വേണ്ട. ഇപ്പുറത്തുള്ള ഈ ഭരണക്രമം വേണ്ടതെന്ന് ചോദിച്ചാൽ പറയും വേണം. എന്തിനാ വേണ്ട? ഇല്ലെങ്കിൽ ബ്രദറൻ സഭ പോലായിട്ട് തമ്മിലടിച്ച് പിരിയും. അതെവിടെ ഇരിക്കുന്ന കാര്യം? ബ്രദറൻകാർ പറഞ്ഞ ഇതിന് ക്രമമില്ല, ഇതിനിങ്ങനല്ല സംഭവം, അവർ പറയുന്നതാണ് ശരി. അങ്ങനൊന്നുമല്ല. ഫിലിപ്പോസ് അവൻ്റെ അരികെ വന്നിട്ട് ഇവിടെ 200 നാണയമുണ്ടെന്ന് പറയുക. ഫിലിപ്പോസിന് എങ്ങനെ മനസ്സിലായി? ഇത് കണക്കും കാര്യമൊക്കെ ഉള്ള സംഭവമാണ്. പിടികിട്ടിയോ? കണക്കുണ്ട് യേശുവിൻ്റെ കാര്യത്തിനകത്ത്. കണക്ക് ഒരു ട്രഷാറുണ്ട് യൂദ. ഈ ഫിലിപ്പോസിനോട് എന്തോ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസാണ്, ഞാൻ എൻ്റെ വീക്ഷണത്തിൽ ഇതിൻ്റെ സെക്രട്ടറി ഫിലിപ്പോസാണ്. എന്തോ സെക്രട്ടറി ഫിലിപ്പോസാന്ന് പറയാനാണ്. പ്രസിഡൻറ്റും ഇതൊക്കെ ഉണ്ട് സഭയ്ക്ക്, ഇല്ലെന്ന് ആരും പറഞ്ഞു. സെക്രട്ടറി ഉണ്ട്, ട്രഷറാറും ഉണ്ട്, പിന്നെ സെക്രട്ടറി, ട്രഷറാർ, പ്രസിഡൻറ്റും ഉണ്ട് സഭയ്ക്ക്. ഞാൻ പറയാം എന്താ കാര്യം.